എന്റെ പേര് ഷോളി സുനിൽ. വീട് മാളയ്ക്കടുത്ത് വടമയിലാണ്. RCMൽ വന്നിട്ട് 4 വർഷം. ഇന്ന് പ്ലാറ്റിനം അച്ചീവർ ആണ്. കൊമ്പടി ഞാമാക്ലി റോയൽറ്റി അച്ചീവർ ആയ ലതാമേഡാണ് എന്നെ RCMലേക്ക് കൊണ്ടുവന്നത്. ലതാമേഡത്തെ ഈ സമയം സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. 17 വർഷം മെഡിക്കൽ ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു. വിദേശത്തും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു 3 വർഷം നേഴ്സ് സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ RCM എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ പറ്റി കേൾക്കുന്നതും അതിന്റെ ഒരു എന്താ പറയാ ഒരു വിഷൻ എനിക്ക് കിട്ടുന്നതും. 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജോലി റിസൈൻ ചെയ്ത് RCMലേക്ക് നേരെ ഫുൾ ടൈം ആയിട്ട് RCMനെ ഏറ്റെടുത്തു. ഒരു പാഷനായിട്ട് ഏറ്റെടുത്തു എന്ന് പറയാം, പ്രൊഫഷനായിട്ട് ഏറ്റെടുത്തു എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും അത് മനസ്സാലെ ഏറ്റെടുത്തതാണ്. ഒരു ബിസിനസ് ആയിട്ടല്ല ഞാൻ RCMലേക്ക് വന്നത്. എനിക്ക് ഇനി തുടർന്നു പോകാൻ, ജീവിതത്തിൽ തുടർന്നു പോകാനുള്ളൊരു ദൈവം കാണിച്ചു തന്ന വഴി. അങ്ങനെയാണ് എനിക്ക് RCMനെ മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ RCMലേക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി വന്നത്. അപ്പോ ഇന്ന് നമുക്ക് RCMലൂടെ ഒരു യാത്ര പോയാലോ അല്ലെ? RCMന്റെ ഒരു രാവിലെ എണീക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ഉൽപ്പന്നങ്ങളിലൂടെ നമുക്കൊരു യാത്രയൊക്കെ പോകാം അല്ലെ? രാത്രിയാണ്, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കണു. കാരണം ഇപ്പൊ നമ്മുടെ സീഡ്സ് എന്ന് പറഞ്ഞ ഫോമുലയില് പറഞ്ഞു തരുന്നുണ്ട് നേരത്തെ ഭക്ഷണം കഴിക്കണം അല്ലെ? നേരത്തെ ഭക്ഷണം കഴിക്കണം, 7 മണിക്ക് മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കണം എന്നാ പറഞ്ഞേക്കണം. അപ്പൊ ഇന്നിപ്പോ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ വേഗം തന്നെ കഴിച്ചോളൂ കേട്ടോ. വീഡിയോ ഓൺ ചെയ്ത് വെച്ച് കഴിക്കരുതേ, കൊതിയാവും മറ്റുള്ളവർക്കൊക്കെ, പിന്നെ നാളെ വയറിളക്കാവും. അപ്പൊ അത് ഉണ്ടാവരുത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും നമുക്കൊന്ന് RCMലൂടെ ഒന്ന് ഓടി ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ ഒന്ന് ഓടിപ്പോയിട്ട് വരാം. അപ്പൊ അത് PPT ഞാൻ സെറ്റ് ആയില്ല, PPT കാണിക്കണം എന്ന് വിചാരിച്ചിരുന്നു. കുഴപ്പമില്ല, നമുക്ക് പ്രൊഡക്ട്സ് വെച്ചിട്ട് തന്നെ പോകാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ RCMൽ വരുമ്പോ നമ്മൾ ആദ്യം തന്നെ പ്രൊഡക്റ്റുകളിലൂടെയാണ് RCMലേക്ക് വരുന്നത് അല്ലെ? പല പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ട് വന്നവരുണ്ടാവാം, ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മാറിയിട്ട് വന്നവരുണ്ടാവാം. അപ്പോ നമ്മള് പല രീതിയിലായിരിക്കും RCM, പല രീതിയിലായാലും ഏതൊക്കെ രീതിയിലായാലും പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ RCMലേക്ക് കാലെടുത്ത് വെക്കുന്നത് അല്ലെ? അപ്പൊ ആ പ്രൊഡക്റ്റുകളൊക്കെ പലർക്കും, പുതിയ ആളുകൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. എന്തിന് ഞാനിത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഞാൻ എന്റെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യേണ്ടത്, മറ്റു ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് എന്താണ് ഇതിന്റെ ഒരു മെച്ചം എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതിന് നമുക്കൊന്ന് ഓടിപ്പോയിട്ട് വരാം. കാരണം എന്തിന് നമ്മളിത് ഉപയോഗിക്കണം, അതാണ് ഞാനിവിടെ പ്രത്യേകമായിട്ട് ഊന്നി പറയുന്നത്. എന്താണ് അതിന്റെ ഇൻഗ്രീഡിയൻസ്, അതിന്റെ ഡീപ്പായിട്ട് ഒരുപാട് എന്താ പറയാ തലനാരിഴ കീറിയിട്ട് പോകുന്നില്ല. പക്ഷെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. എന്തിന് നമ്മളത് ഉപയോഗിക്കണം, ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന മെച്ചങ്ങൾ, അതാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. വീഡിയോ ഓൺ ചെയ്ത് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നമസ്കാരം. ഓക്കെ, അപ്പൊ നമുക്കിന്ന് മണ്ണീന്ന് തുടങ്ങിയാലോ? നമ്മള് സാധാരണ രാവിലെ എണീക്കുമ്പോ പല്ല് തേച്ചിട്ട് തുടങ്ങാറാണ് പതിവല്ലേ. ഇന്ന് നമുക്ക് മണ്ണീന്നൊന്ന് തുടങ്ങാന്ന് എനിക്ക് തോന്നി. കാരണം ഇപ്പൊ നല്ല മഴയൊക്കെ ഉണ്ട്. നമുക്ക് മഴ പെയ്യുന്ന സമയത്താണ് കൃഷി തുടങ്ങുന്ന സമയങ്ങളൊക്കെ അല്ലെ? അതെല്ലാവർക്കും അറിയാം. അപ്പൊ മണ്ണ് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല ഭക്ഷണം കിട്ടുള്ളൂ. നല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആരോഗ്യത്തോടു കൂടി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ നല്ല ഭക്ഷണം തരുന്നത് മണ്ണിൽ നിന്നായതുകൊണ്ട് തന്നെ മണ്ണിൽ നിന്ന് നമുക്ക് തുടങ്ങാമെന്ന്. കാരണം മണ്ണും പെണ്ണും നന്നായാൽ അടുത്ത തലമുറ നന്നാവും. കാരണം മണ്ണിലാണ് ജീവൻ, അതായത് പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികൾ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ സ്ത്രീയിൽ നിന്നാണ് ഒരു കുഞ്ഞ്, അടുത്ത തലമുറ ജനിക്കുന്നത്. അപ്പൊ ഈ ജനനം എടുക്കുന്നത് മണ്ണിലും സ്ത്രീയിലുമാണെങ്കിൽ അത് രണ്ടും നന്നായാൽ മാത്രമേ അടുത്ത തലമുറ രക്ഷപ്പെടുകയുള്ളൂ. അപ്പോ മണ്ണ് നമുക്കെന്നറിയാം. ഇന്ന് ഒരുപാട് മണ്ണ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? നമ്മള് ആളുകളുടെ എണ്ണം കൂടിയ, ജനപ്പെരുപ്പം കൂടിയ സമയത്ത് നമുക്ക് കൃഷിക്ക് അതായത് ആവശ്യത്തിൽ കൂടുതൽ കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഹൈബ്രിഡ് വിത്തുകളെ ആശ്രയിക്കേണ്ടി വന്നു. ഹൈബ്രിഡ് വിത്തുകളെ ആശ്രയിച്ചപ്പോൾ അതിന്റെ കീടനാശിനികൾ അല്ലെങ്കിൽ അതിന് വരുന്ന കേടുപാടുകൾ തുരത്താനും അല്ലെങ്കിൽ കീടങ്ങളെ പ്രതിരോധിക്കാനുമായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് വിളവുകൾ കൂടുതൽ കിട്ടാനും വേണ്ടി നമ്മൾ രാസവളങ്ങളിലേക്ക്, അമിതമായ രാസവള ഉപയോഗത്തിലേക്കും അതുപോലെ കീടനാശിനിയുടെ ഉപയോഗത്തിലേക്കും കടന്നുപോയി. അത് കുറച്ചൊന്നുമല്ല നമ്മുടെ മണ്ണിനെ കേടുവരുത്തിയിരിക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ 40% കൃഷിഭൂമി കൃഷിയോഗ്യമല്ലാതായിരിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഇനിയും കണ്ടില്ല എന്ന് വിചാരിച്ച് കണ്ണടച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് വരും കാലങ്ങളിൽ വലിയ വില കൊടുക്കേണ്ടി വരും, അതായത് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മുടെ RCM പ്രസ്ഥാനം ഈ ഹരിത സഞ്ജീവനി എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മണ്ണിനകത്ത് ഓർഗാനിക് കാർബൺ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ ഓക്സിജൻ ഉള്ളിലേക്ക്
ഓക്സിജൻ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ മണ്ണ് തിക്കായിട്ട് കട്ടിയായിട്ട് കിടക്കാണ്. മണ്ണിന്റെ അകത്തേക്ക് വെള്ളം ഇറങ്ങില്ല, ഓക്സിജനും എത്തുന്നില്ല. സൂക്ഷ്മാണുക്കൾ, കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കളാണ് ഒരു സ്ക്വയർ ഫീറ്റ് മണ്ണിൽ ഉണ്ടാവേണ്ടത്. പക്ഷെ അതിന് പകരം ഇന്ന് വളരെ തുച്ഛമായ സൂക്ഷ്മാണുക്കൾ, അത് കൂടുതലും മണ്ണിര പോലത്തെ ഇതുകൾ മാത്രമേ കാണുന്നുള്ളൂ. മറ്റു സൂക്ഷ്മാണുക്കളൊക്കെ നമ്മുടെ രാസവള പ്രയോഗങ്ങൾ കൊണ്ടും അതിനകത്തുള്ള കാരിയേഴ്സ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടന്റുകളും എല്ലാം കൂടി നശിപ്പിച്ചു പോയിരിക്കുന്നു. ഈ രാസവള പ്രയോഗങ്ങളെല്ലാം വീണ്ടും ചെന്നെത്തുന്നത് കിണറ്റിലേക്ക്, നമ്മുടെ അതിന്റെ വേസ്റ്റ് ഒക്കെ നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിലേക്കും കൂടി എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അവസാനം ഇത് ചെല്ലുന്നത് എവിടേക്കാ? നമ്മുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് വരികയാണ്. എങ്ങനെയാ? നമ്മൾ പച്ചക്കറിക്ക് വേണ്ടി ഉപയോഗിച്ച, കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ച രാസവളങ്ങളും കീടനാശിനികളും മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒലിച്ചിറങ്ങി വന്ന് നമ്മുടെ കിണറ്റിലേക്ക് വരികയും ആ വെള്ളം നമ്മൾ എടുത്ത് കുടിക്കുമ്പോൾ വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യുന്നത്. ഇതൊക്കെ നമ്മളെ ആക്കുന്നുണ്ടെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ ഈ മണ്ണിനെ, ഈ ഇത്രയും അതായത് മോശമായ സ്ഥിതിയിലേക്ക് പോയ മണ്ണിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു സംരംഭമാണ് നമ്മുടെ ഹരിത സഞ്ജീവനി എന്ന് പറഞ്ഞ സെഗ്മെന്റ് കൊണ്ട് എടുത്തിരിക്കുന്നത്, കമ്പനി എടുത്തിരിക്കുന്നത്. ഹരിത സഞ്ജീവനി എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് നമുക്ക് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. RCMൽ ഒരുപാട് സെഗ്മെന്റുകൾ ഉണ്ട്, 18ഓളം സെഗ്മെന്റുകൾ ഉണ്ട്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റും നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട്, നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് എടുക്കേണ്ട ഒരു സെഗ്മെന്റ് ആണ് നമ്മുടെ ഹരിത സഞ്ജീവനി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ, വരും തലമുറകളെ രക്ഷിക്കണമെങ്കിൽ നല്ല ഭക്ഷണം, നല്ല മണ്ണ് ഇവിടെ ഉണ്ടായേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ തിരിഞ്ഞു നിൽക്കാൻ പാടില്ല. അതിൽ ഞാൻ പ്രധാനമായിട്ട് എടുത്തു പറയും, നമ്മുടെ ഹരിത സഞ്ജീവനിയുടെ പ്രത്യേകത എന്താ? ഇസ്രായേൽ നാനോ ടെക്നോളജിയിലുള്ള വളങ്ങളാണ്. വളം എന്ന് മുഴുവൻ പറയാൻ പറ്റില്ല, ഗാർഡൻ ഗോൾഡ് മാത്രമാണ് അതിൽ വളമായിട്ടുള്ളത്. ബാക്കിയെല്ലാം മണ്ണിനെ പുഷ്ടിപ്പെടുത്താനും മണ്ണിന്റെ അല്ലെങ്കിൽ അതിന്റെ വിളവ് കൂട്ടാനും അതിന്റെ കേടുപാടുകൾ തുരത്താനും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ്. എന്താണ് ഇസ്രായേൽ നാനോ ടെക്നോളജിയുടെ പ്രത്യേകത? ലോകത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള മണ്ണ് എവിടെയാണ്? നമ്മുടെ ഇസ്രായേലിലായിരുന്നു എന്നാ പറയുന്നത്. ഏറ്റവും കൃഷിയോഗ്യമല്ലാത്ത, കൃഷിക്ക് അനുയോജ്യമല്ലാത്ത മണ്ണ്. പക്ഷെ അവരാണെന്ന് ഏറ്റവും കൂടുതൽ പച്ചക്കറികളും ഫലങ്ങളും ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നതും അല്ലെങ്കിൽ അവരുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നതും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ കണ്ടുപിടിച്ച ഈ നാനോ ടെക്നോളജിയാണ്. ആ നാനോ ടെക്നോളജിയാണ് നമ്മൾ RCMലൂടെ നമ്മുടെ സാധാരണക്കാരിലേക്കും നമ്മളിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. അപ്പൊ അതിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട്, ശരിക്കും കമ്പനി പറയുന്നത് ഒരു 5 വർഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഹരിത സഞ്ജീവനി ഉപയോഗിച്ചാൽ ആ മണ്ണ് 20 വർഷം മുമ്പുള്ള മണ്ണായിട്ട് മാറും. 20 വർഷം മുമ്പ് നമ്മുടെ മണ്ണ് എങ്ങനെയായിരുന്നോ, എത്ര ആരോഗ്യം ഉണ്ടായിരുന്നോ, അതേപോലെ ആക്കാൻ നമുക്കൊരു 5 വർഷത്തെ തുടർച്ചയായ ഉപയോഗം കൊണ്ട് സാധിക്കും. അതേപോലെ നമ്മുടെ രാസവളങ്ങളെ, രാസകീടനാശിനികളെയും പടിപടിയായിട്ട് കുറച്ചു കൊണ്ടുവരാൻ. ഈ വർഷം നമ്മൾ ഹരിത സഞ്ജീവനി ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 25% നമുക്ക് രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാം. അടുത്ത വർഷം ആകുമ്പോഴേക്കും 50% കുറയ്ക്കാം. അതിന്റെ അടുത്ത വർഷം ആകുമ്പോഴേക്കും 75% കുറയ്ക്കാം. അതിന്റെ അടുത്ത വർഷം ആകുമ്പോഴേക്കും രാസവളങ്ങൾ ഇല്ലാതെ ഹരിത സഞ്ജീവനി കൊണ്ട് മാത്രം നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ്. അതിലേറ്റവും നമ്മളെല്ലാവരും പച്ചക്കറി തോട്ടങ്ങൾക്കും അതുപോലെ തന്നെ അടുക്കള തോട്ടത്തിനും പഴങ്ങൾ എന്താ പറയുക ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മിറക്കിൾ പ്രൊഡക്റ്റ് ആണ് ഗാർഡൻ ഗോൾഡ്. ഇതിന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ ചെലവാകുന്നതാണ്, എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഇത് പൂച്ചെടികൾക്ക് ഉപയോഗിക്കാം, പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം. ഒരു 30 ഗ്രാം തൊട്ട് 50 ഗ്രാം വരെയാണ് ഒരു ചെടിക്ക് ഉപയോഗിക്കേണ്ടത്. ചെറിയ ചെടിയാണെങ്കിൽ 30 ഗ്രാം, വലിയ ചെടിയാണെങ്കിൽ 50 ഗ്രാം ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് കടത്തിൽ ഇട്ട് കൊടുക്കുന്നു, മണ്ണ് ഇത്തിരി മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നു, നനച്ചു കൊടുക്കുന്നു. അതായത് നനവില്ലാതെ എന്ത് വളമിട്ടാലും അത് ചെടിക്ക് ദോഷം തന്നെയാണ്. അത് നമ്മൾ ആലോചിക്കണം. അപ്പോ ഇതൊരു കംപ്ലീറ്റ് വളമാണ്. ഒരു ചെടിക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും ഇതില് എന്താ പറയാ, കമ്പോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആര്യവേപ്പിന്റെ പൊടിയുണ്ട്, അതുപോലെ തന്നെ ഫൾവിക് ആസിഡ്, അങ്ങനെ നമ്മുടെ അമിനോ ആസിഡ്സ്, അങ്ങനെ ചെടിയുടെ ഗ്രോത്തിനും അതിന്റെ വളർച്ചയ്ക്കും എല്ലാത്തിനും വേണ്ട എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് വളമാണ്. അപ്പൊ വീട്ടിലെ പൂച്ചെടികൾക്കും അടുക്കളത്തോട്ടത്തിനും ഉപയോഗിക്കാം. നല്ല ധാരാളം വെണ്ടക്കായ, തക്കാളി, വഴുതനങ്ങ അതൊക്കെ ഉണ്ടാകാനും അത് നല്ല വലിപ്പത്തിൽ ഉണ്ടാകാനും, അതുപോലെ നല്ല പൂക്കള്, നല്ല വലിപ്പത്തിൽ പൂക്കൾ ഉണ്ടാകാനും, നല്ല ധാരാളം പൂക്കൾ ഉണ്ടാകാനും ഈ ഒരു ഉൽപ്പന്നം സഹായിക്കും. നമ്മളെല്ലാവരും ഉപയോഗിക്കണം. അപ്പോ ഇത് നമ്മുടെ ഹരിത സഞ്ജീവനിലെ ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട 3 പ്രൊഡക്റ്റ് ആണ്. ഒന്ന് ഹരിത സഞ്ജീവനിയുടെ സോയിൽ ഹെൽത്ത്. ഇത് ഹരിത സഞ്ജീവനിയുടെ സോയിൽ ഹെൽത്ത് ആണ്. ഇത് നമ്മുടെ ഡിഫൻഡ് ആണ്. ഇത് നമ്മുടെ ഫ്രൂട്ട് സ്പെഷ്യൽ ആണ്. ഇത് 3ഉം ഒരു പാക്ക് ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോ സോയിൽ ഹെൽത്തിനെ പറ്റി ആദ്യം പറയാം. ഹരിത സഞ്ജീവനിയുടെ സോയിൽ ഹെൽത്തിന്റെ പ്രത്യേകത,
ഇത് നമ്മുടെ മണ്ണിലേക്ക് കൊടുക്കണം. സോയിൽ ഹെൽത്ത്, മണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ളത്. അത് മണ്ണിലേക്ക് കൊടുക്കേണ്ടതാണ്. അതായത് ഇപ്പൊ നമ്മളൊരു പച്ചക്കറി കൃഷി തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നടുന്ന സമയത്ത്, അല്ലെങ്കിൽ നട്ടൊരാഴ്ചക്കുള്ളിൽ മണ്ണിലേക്ക് കൊടുക്കാം. കുറച്ച് മണ്ണ് മിക്സ് ചെയ്ത് അങ്ങനെ ചേർക്കാം. അതല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന വളത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം. അങ്ങനെയൊക്കെ മണ്ണിലാണ് ഇത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് മണ്ണിന്റെ പുഷ്ടി, അതായത് മണ്ണിൽ വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന വളങ്ങളെയൊക്കെ മണ്ണിലേക്ക് ചെടിക്ക് എടുക്കാൻ പാകത്തിനാക്കി കൊടുക്കുക എന്നുള്ളൊരു ധർമ്മമാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ pH ബാലൻസ് ചെയ്യാനും ഇത് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇത് സോയിൽ ഹെൽത്ത് ആണ്. അതേപോലെ തന്നെ ഡിഫെൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫംഗസ് അണുബാധകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഹരിത സഞ്ജീവനിയുടെ ഡിഫെൻഡ്. ഹരിത സഞ്ജീവനി എന്ന് എല്ലാത്തിലും ഉണ്ട്, അത് നമ്മൾ ഓർക്കണം. അപ്പൊ ഡിഫെൻഡ് നമ്മൾ കൊടുക്കേണ്ടത് സ്പ്രേ ആയിട്ട് നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ മണ്ണിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഒരു സിസ്റ്റമിക് ഇതാന്നാ പറയാ. കാരണം താഴെ കൊടുത്താൽ അത് ഇലയിലേക്കും, ഇലയിൽ കൊടുത്താൽ അത് വേരിലേക്കും വരും. അതുകൊണ്ടാണ് സിസ്റ്റമിക് ആണെന്ന് പറയുന്നത്. ഇത് ഒരുവിധം കേടുപാടുകൾ, ഫംഗസ് അണുബാധകളാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മള് വലിയ മരങ്ങൾ ഉണ്ടല്ലോ, തെങ്ങ്, ജാതി, അതുപോലെ അടയ്ക്കാമരം, അതുപോലെ റംബൂട്ടാൻ, അങ്ങനത്തെ വലിയ മരങ്ങളുടെയൊക്കെ കാ കൊഴിഞ്ഞു പോകുന്നതിനും, അതുപോലെ തന്നെ വെള്ളക്കായ വരുന്നത്, അതുപോലെ ഇല മഞ്ഞച്ചു വരിക, ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ, തെങ്ങിന്റെ ഓല മഞ്ഞയ്ക്കുക, ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ അടിപൊളി റിസൾട്ട് കിട്ടുന്ന സാധനമാണ് ഈ ഡിഫെൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഉപയോഗിക്കേണ്ട വിധം ഞാൻ പറയാം. പിന്നെ നമ്മുടെ മൂന്നാമത്തെ ഞാൻ പറഞ്ഞ ഈ ഒരു പാക്കേജ് ആണ് കേട്ടോ. ഇതൊരു മൂന്നും കൂടി ഒരു പാക്കേജ് ആണ്. സോയിൽ ഹരിത സഞ്ജീവനിയുടെ ഫ്രൂട്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഫ്രൂട്ടിന്, അതായത് ധാരാളം ഫ്രൂട്ട്സ് ഉണ്ടാകാൻ, ധാരാളം ഫലങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഹരിത സഞ്ജീവനിയുടെ ഫ്രൂട്ട് സ്പെഷ്യൽ. ഇതിൽ പടങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ട് അല്ലെ, ഫ്രൂട്ട് സ്പെഷ്യല്. അപ്പൊ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്ക് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് ചെടി ഞാൻ പറഞ്ഞു, നടുമ്പോഴോ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലോ നമ്മൾ ചെയ്യേണ്ട സാധനമാണ് ഹരിത സഞ്ജീവനിയുടെ സോയിൽ ഹെൽത്ത്. പിന്നെ നമ്മള് ഇപ്പോ വലിയ മരങ്ങൾക്ക്, ജാതി, തെങ്ങ്, റംബൂട്ടാൻ പോലത്തെ, അടയ്ക്കാമരം പോലത്തെ മരങ്ങൾക്ക് കൊടുക്കുമ്പോൾ സോയിൽ ഹെൽത്ത് ആദ്യം കൊടുത്ത്, അതിനിപ്പോ നമ്മൾ നടുമ്പഴല്ലാത്ത വലിയ തെങ്ങുകൾക്കും കൊടുക്കാട്ടോ. നടുമ്പഴും കൊടുക്കാം, അതല്ല നടാത്ത സമയത്താണെങ്കിലും. ഇപ്പൊ നമ്മളൊരു 10 വർഷം 15 വർഷമായ തെങ്ങുണ്ട് വീട്ടില്, അതിൽ കാര്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ തേങ്ങ ഉണ്ടാവുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഇനി ഒന്നും ഒരു കുഴപ്പമില്ലെങ്കിലും നമുക്ക് അതിന്റെ റിസൾട്ട് കൂട്ടാൻ വേണ്ടിയിട്ടും കൊടുക്കാം. അപ്പൊ കൊടുക്കേണ്ടത് ആദ്യത്തെ മാസം ഇത് കൊടുത്തു കഴിഞ്ഞാൽ, സോയിൽ ഹെൽത്ത് കൊടുത്തു കഴിഞ്ഞാൽ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ മാസം ഫ്രൂട്ട് സ്പെഷ്യൽ കൊടുക്കണം. 5ാമത്തെ മാസം വീണ്ടും സോയിൽ ഹെൽത്ത്. 6, 7, 8 മാസങ്ങളിൽ നമ്മൾ വീണ്ടും ഫ്രൂട്ട് സ്പെഷ്യൽ കൊടുക്കണം. പിന്നെ 9ാമത്തെ മാസം സോയിൽ ഹെൽത്ത്. 10, 11, 12 മാസങ്ങളിൽ വീണ്ടും ഫ്രൂട്ട് സ്പെഷ്യല്. ഇതിന്റെ ഇടയിൽ ഒരു ഡിഫെൻഡ് എന്ന് പറഞ്ഞ സാധനം 3 പ്രാവശ്യമായിട്ട് നമുക്ക് കൊടുക്കാം. അതായത് ഇപ്പോ സോയിൽ ഹെൽത്ത് കൊടുത്ത് ഒരു 15 ദിവസം കഴിയുമ്പോൾ ഡിഫെൻഡ് കൊടുക്കാം. പിന്നീട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വർഷത്തിൽ ഒരു 3 പ്രാവശ്യം എന്നുള്ള നിലയിൽ നമുക്ക് ഡിഫെൻഡ് കൊടുക്കാം. ഇത് കൊടുക്കേണ്ടത് ഏകദേശം ഒരേ രീതിയിലാണ്. എങ്ങനെയാണ്? വലിയ മരങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഒരു 20 വർഷം പ്രായമായ മരമാണെങ്കിൽ, 20 വർഷമോ അതിൽ കൂടുതലോ പ്രായമായ മരമാണെങ്കിൽ 20 ഗ്രാം എടുക്കുന്നു, 20 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നു. സോയിൽ ഹെൽത്ത് ആണെങ്കിൽ മണ്ണിലേക്ക് കൊടുത്താൽ മതി, വെള്ളമായിട്ട് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷെ തെങ്ങിന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, മണ്ണിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോ 20 ഗ്രാം പൗഡർ എടുക്കുന്നു, 20 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നു, സോയിൽ ഹെൽത്ത് തടത്തിൽ കൊടുക്കുന്നു. ഡിഫെൻഡ് കൊടുക്കുന്നത് വേരിലേക്ക് കൊടുക്കണം. ഫ്രൂട്ട് സ്പെഷ്യലും തടത്തിലേക്ക് കൊടുക്കണം. ഫ്രൂട്ട് സ്പെഷ്യല് 3ഉം എടുക്കേണ്ടത് 20 ഗ്രാം ആണ്. 20 ലിറ്റർ വെള്ളത്തിലാണ് മിക്സ് ചെയ്യേണ്ടത്. സോയിൽ ഹെൽത്തും ഫ്രൂട്ട് സ്പെഷ്യലും തടത്തിലേക്ക് കൊടുക്കണം, ഡിഫെൻഡ് വേരിലേക്ക് കൊടുക്കണം. അപ്പൊ ഒലിച്ചു പോകാതെ നോക്കണം. ഇതാണ് ചെയ്യേണ്ടത്. ഇത് 20 വർഷത്തിന് താഴെയുള്ള മരങ്ങളാണെങ്കിൽ, നമുക്കൊരു 10 വർഷമൊക്കെ ആണെങ്കിൽ 10 ഗ്രാം എടുക്കുന്നു, 10 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നു. ചെറിയ അടയ്ക്കാമരൊക്കെ ആണെങ്കിൽ ഒരു 3 തൊട്ട് 5 ഗ്രാം മതി. വെച്ചിട്ടുള്ള അടയ്ക്കാമര അല്ലെങ്കിൽ വലിയ അടയ്ക്കാമര ആണെങ്കിലും ഒരു 5 ഗ്രാം ഒക്കെ മതി 5 ലിറ്റർ വെള്ളത്തില്. അത് 1:1 എന്നുള്ള റേഷ്യോയിൽ എടുക്കാം. ഓക്കെ, അപ്പൊ ഇത് 3ഉം നമ്മുടെ മണ്ണിനെ തിരിച്ചു കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇന്ന് നമ്മുടെ മരങ്ങള്, അതായത് നമ്മുടെ നാട്ടിലെ തെങ്ങിന്റെ പ്രശ്നങ്ങള്, ജാതിയുടെ പ്രശ്നങ്ങള്, അല്ലെങ്കിൽ മറ്റ് ഫലവൃക്ഷങ്ങളുടെ ഏത് പ്രശ്നങ്ങളും, മാവായിക്കോട്ടെ, പ്ലാവായിക്കോട്ടെ, തെങ്ങായിക്കോട്ടെ, എന്താണെങ്കിലും നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാം. അതുപോലെ മണ്ണിനെ സംരക്ഷിക്കാൻ പറ്റും. ഇനി ചെറുകിട പച്ചക്കറികൾക്ക് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല.
അതിനാവുമ്പോൾ നമുക്ക് സോയിൽ ഹെൽത്ത് മാത്രം മണ്ണിലേക്ക് കൊടുക്കാം, മറ്റു രണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചെറിയ മരങ്ങൾക്ക് സ്പ്രേ ചെയ്യാനായിട്ട്, ചെറിയ ചെടികൾക്ക് സ്പ്രേ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ വേറെ പ്രോഡക്റ്റുകൾ ഉണ്ട്, ഞാൻ എല്ലാത്തിനെയും പറയുന്നില്ല, ഇപ്പൊ ഇത് മൂന്നും മാത്രമാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു സെഗ്മെന്റ് ആണ് നമ്മുടെ മണ്ണ് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത സെഗ്മെന്റ് ആണ് നമ്മുടെ അകത്തേക്ക് നമ്മൾ മനുഷ്യന് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കണേ. ഒന്ന്, കൃഷിയിടങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അത് നിവൃത്തികേട് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അവരെ നമുക്ക് അവരുടെ 40% വിളവ് കൂട്ടാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഹരിത സഞ്ജീവനി ഉപയോഗിച്ചാൽ സാധിക്കും. നമ്മൾ പല നെൽപ്പാടങ്ങളിലെ വിളവിന്റെ റിസൾട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗ്രൂപ്പുകളിൽ കണ്ടതാണ്. അതുപോലെ ജാതിയുടെ റിസൾട്ട് നമ്മുടെ ബേബി സാർ ഇഷ്ടം പോലെ നമുക്ക് അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരുപാട് റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ആളുകളെ കാണിക്കാം. ഏലത്തിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, കൃഷിക്കാരെ കാണിക്കാം, നമുക്ക് അവരെ ഇതിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ വീട്ടിലും നമുക്കിത് ഉപയോഗിക്കും. ഇപ്പൊ ഞാൻ ഇതിനകത്ത് രണ്ടും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാക്കറ്റുകളാണ് കാണിച്ചത്. അപ്പോ ഈ രണ്ടാമത് നമ്മൾ ഉപദ്രവിക്കുന്നതാണ് മൃഗങ്ങളെ ഉപദ്രവിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് വയറ് നിറയ്ക്കാൻ, നമ്മുടെ നാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, നമുക്ക് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ എന്താ പറയാ, മൃഗങ്ങളുടെ മാംസം ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം, അല്ലെ? നോൺ വെജ് ഇഷ്ടമില്ലാത്തവർ ആരുമില്ല. നോൺ വെജ്, ഇറച്ചി, മീന് അല്ലെങ്കിൽ മുട്ട, ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ താല്പര്യം. ഇന്ന് മൃഗങ്ങളെ നമ്മൾ ഇമാതിരി ഉപയോഗിക്കുമ്പോൾ പ്രോട്ടീന് വേണ്ടിയാണെന്നൊരു ഒരു തരത്തിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ നമ്മള് ഒന്ന് നമ്മുടെ എന്താ പറയാ, നമ്മുടെ എക്കോന്, അതായത് എന്താ പറയാ, നമ്മുടെ കൾച്ചറിന്റെ ആ ഒരു ഇതിനെ എന്താ പറയാ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ വാക്ക് എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ ആവാസ വ്യവസ്ഥയെ തകരാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഗുഡ് ഡോട്ട് എന്ന് പറഞ്ഞ കമ്പനിക്ക് ലോകത്തിലെ 2ാമത്തെ സ്ഥാനം നമുക്ക് കിട്ടിയത്. കാരണം മൃഗങ്ങളെ ഒന്നും ഉപദ്രവിക്കാതെ മനുഷ്യരിലേക്ക് വെജിറ്റേറിയൻ ആയിട്ടുള്ള മീറ്റ് കൊടുത്തുകൊണ്ട് മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിൽ അവരെടുക്കുന്ന പങ്ക്, അതാണ് അവിടെ നമുക്ക് ലോകത്തില് വേൾഡിലേക്ക് വെച്ച് 2nd അവാർഡ് ഗുഡ് ഡോട്ട് എന്ന് പറഞ്ഞ കമ്പനിക്ക് കിട്ടാനായിട്ട് കാരണം. അപ്പൊ ഈ ആവാസ വ്യവസ്ഥ തകരാറിലാക്കുന്നത് മാത്രമല്ല, നമ്മുടെ ജീവന് തന്നെ ഇന്ന് ഭീഷണിയായിട്ടിരിക്കുന്ന അത്രയും മാരകമായിട്ടുള്ള സാധനങ്ങളാണ് ഇന്ന് നമ്മുടെ നോൺ വെജുകളിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മുടെ നാവിനെ തൃപ്തിപ്പെടുത്താൻ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മൾ മുന്നും പിന്നും നോക്കാതെ കുട്ടികൾക്കും അല്ലെങ്കിൽ ആഘോഷങ്ങൾക്കും ഒക്കെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മളെയും നമ്മുടെ ചുറ്റുപാടിനെയും നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനുള്ള ഒരു സെഗ്മെന്റ് RCM ഏറ്റെടുത്തിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിന്റെ അത്യാവശ്യം ഹരിത സഞ്ജീവനി, ഇന്നത്തെ കാലഘട്ടത്തിന്റെ അത്യാവശ്യം ഗുഡ് ഡോട്ട്, ഇന്നത്തെ കാലഘട്ടത്തിന്റെ അത്യാവശ്യം. ഇത് ഒന്ന് പ്രോട്ടീസ് ആണ്, ഒന്ന് വെജിറ്റേറിയൻ ബൈറ്റ്സ് ആണ്. ഇത് രണ്ടും നമുക്കറിയാം, ഇറച്ചിയുടെ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാം. എന്നാൽ ഇറച്ചിയാണോ എന്ന് ചോദിച്ചാൽ ഇറച്ചിയല്ല, വെജിറ്റേറിയൻ ആണ്. ഇതില് ഈ ഒരു ഡോട്ട് കണ്ടാൽ തന്നെ നമുക്കറിയാം ഫുള്ളി വേഗൻ ആണ് ഈ പ്രൊഡക്റ്റ് രണ്ടും. അപ്പൊ ഇത് പലരും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. ഇത് പ്രോട്ടീസ് ആണ്. പ്രോട്ടീസിനകത്ത് 100 ഗ്രാം പ്രോട്ടീസില് പലരും പ്രോട്ടീനെ പറ്റി പറയുന്നവരുണ്ട്, ജിമ്മിൽ പോകുന്നവരൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. 100 ഗ്രാം പ്രോട്ടീസ് എടുത്താൽ അതിൽ നമുക്ക് 50 ഗ്രാം പ്രോട്ടീൻ കിട്ടും. 50 ഗ്രാം പ്രോട്ടീൻ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 16 ഗ്രാം ഫൈബർ ഉണ്ട്. ഫൈബർ ഇല്ലാത്ത ഒരു ഭക്ഷണവും നമുക്ക് ദഹിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ പ്രോട്ടീൻസിൽ അടങ്ങിയിരിക്കുന്നത്, പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് ഒന്ന് ചിയാ സീഡ് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ കിനോവ അടങ്ങിയിട്ടുണ്ട്, കടലയിലുള്ള പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ സോയ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ ധാരാളം ഫൈബർ ഉണ്ട്, ഗോതമ്പിലെ ഫൈബർ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് രീതിയിലും, ഇത് ഹൈ പ്രോട്ടീൻ ആണ്, ഹൈ ഫൈബർ ആണ്, ടേസ്റ്റി ആണ്. നമുക്കിതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാം, അതുപോലെ ഇറച്ചിക്കറി പോലെ വെക്കാം. ശബ്ദം കുറവുണ്ടോ? ഇറച്ചിക്കറി പോലെ വെക്കാം. അതേപോലെ തന്നെ ചിലർക്ക് ഗോബി മഞ്ചൂരി, ഗോബി ചില്ലി ഗോബി ഒക്കെ താല്പര്യമുള്ള ആളുകളുണ്ട്, അവർക്ക് ആ സ്റ്റൈലിൽ ഉണ്ടാക്കാം. പിന്നെ മട്ടൺ സ്റ്റൂ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് ഇതിനെ ചെറിയ പീസാക്കിക്കൊണ്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം ചെറിയ പീസാക്കിക്കൊണ്ട് കുക്കറിലിട്ട് മട്ടൺ സ്റ്റൂ പോലെ ഉണ്ടാക്കാം. അപ്പൊ മട്ടൺ സ്റ്റൂ മാറ്റി വെക്കാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം. മട്ടൺ സ്റ്റൂ ആണെന്നേ പറയുള്ളൂ. ടേസ്റ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഹെൽത്തി ആണ്, അതേപോലെ ടേസ്റ്റി ആണ്, നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതുകൊണ്ട് പക്കാവട ഉണ്ടാക്കാം. പല പല ഡിഷസ് നമുക്ക് ഗുഡ് ഡോട്ടിന്റെ ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞു തരുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട്. ILCT എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അത് നമുക്ക് കമ്പനി നേരിട്ട് എടുത്ത് പഠിപ്പിക്കുകയാണ്, യാതൊരു ചെലവും ഇല്ലാതെ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് ഒരാഴ്ച നമ്മൾക്ക് ഡിഷസ് ഉണ്ടാക്കി തരുന്നു, അവർ കാണിച്ചു തരുന്നു, നമ്മൾ അതുപോലെ തിരിച്ചുണ്ടാക്കുന്നു. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് റെഡിയാക്കണേന്ന് തലേ ദിവസം നമുക്ക് തരും, അത് നമ്മൾ റെഡിയാക്കി വെക്കുന്നു, പിറ്റേ ദിവസം നമ്മൾ ഉണ്ടാക്കുന്നു, നമ്മൾ കഴിക്കുന്നു. ഇങ്ങനെയും നമ്മളെ പഠിപ്പിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് കമ്പനി എടുക്കുന്ന എഫേർട്ട് എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം.
ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് ഒരാൾക്കും ഓരോ ഹോട്ടലുകളിൽ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ഹോട്ടലിൽ ഇത് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊടുത്തു. അവര് സ്വന്തമായിട്ട് അവർ ഉണ്ടാക്കിയിരുന്നു, അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അവര് ചൈനീസ് കുക്ക് ഉണ്ടാക്കിയപ്പോ, പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് തുടക്കത്തിൽ അതൊരു വശം ഇല്ലാണ്ട് 2-3 പ്രാവശ്യം കഴിയുമ്പോൾ അത് റെഡിയാവും. അപ്പൊ അതിന് നമ്മൾ ഒന്ന് ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് വലിയ ഗുണം ചെയ്യും. അപ്പൊ ഈ ഒരു പ്രോട്ടീസ് ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും നമ്മുടെ വീട്ടിലെ മക്കൾക്കും നമ്മുടെ പ്ലേറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസിയെ തരണം ചെയ്യാനും മൃഗങ്ങളെയൊക്കെ നമുക്ക് പതുക്കെ നോൺ വെജിൽ നിന്ന് പതുക്കെ ഒരു മാറ്റം ഉണ്ടാക്കാനും സഹായിക്കുന്നതാണ് നമ്മുടെ പ്രോട്ടീസ്. അടുത്ത പ്രോഡക്റ്റ് ആണ് നമ്മുടെ വെജിറ്റേറിയൻ ബൈറ്റ്സ്. ഇത് ഇതുപോലെ തന്നെയാണ്. നമുക്ക് മട്ടൺ ഫ്രൈ പോലെ, ലിവർ ഫ്രൈ പോലെ, പോർക്ക് ഫ്രൈ പോലെ, ഏത് രീതിയിലും മീൻകറി പോലെ വെക്കാം, പല രീതിയിലും വെക്കാം. അപ്പോ ഇത് വെക്കുന്ന ഇതിന് ഇതുപോലെ തന്നെ 25 ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഇതിനകത്ത്. ഒരു 100 ഗ്രാമിൽ 25 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഇതിനകത്ത് ചിയാ സീഡ് ഉണ്ട്, ഫ്ലാക്സ് സീഡ് ഉണ്ട്, അതുപോലെ തന്നെ കിനോവ ഉണ്ട്, പിന്നെ നമ്മുടെ എന്താ പറയാ പ്രോട്ടീൻ ഗോതമ്പില് ഇതുണ്ട്, ഗോതമ്പ് പൊടിയില് ഇത് ചേർത്തിട്ടുണ്ട്, പ്രോട്ടീൻ ചേർത്തിട്ടുണ്ട്, സോയ പ്രോട്ടീൻ ഉണ്ട്. 10 തരം പയറുവർഗ്ഗങ്ങള് പേസ്റ്റ് പോലെ അരച്ചിട്ട് അതിനെ ഹാഫ് കുക്ക്ഡ് ആക്കിയിട്ട് എയർ ടൈറ്റ് പാക്കിൽ പാക്ക് ചെയ്ത് തരുന്നതാണ് വെജിറ്റേറിയൻ ബൈറ്റ്സ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടലുകളിലൊക്കെ, വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ പ്രത്യേകിച്ചും ഒരു ഡിഷായിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ, അവരുടെ മെനു കാർഡിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഹോട്ടലിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം തീർച്ചയായിട്ടും കൂടും. മാത്രമല്ല നമ്മുടെ വീട്ടിലാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനിത് ഇരുമ്പമ്പുളി ഇട്ടിട്ട് മീൻകറി വെച്ചു, കൊടപ്പുളി ഇട്ട് മുമ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് രീതിയിലും ഇതിനെ ട്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കാം. അതുപോലെ സ്റ്റൂ വെക്കാം, മട്ടൺ സ്റ്റൂ വെക്കുന്ന പോലെ തന്നെ ഇത് വീണ്ടും വെക്കാം. ഇതുകൊണ്ട് നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. എങ്ങനെയാണ് നമുക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയൊക്കെ ചെയ്യാം. പിന്നെ മറ്റ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇഷ്ടം പോലെ ക്ലാസ്സുകൾ കിട്ടിയിട്ടുള്ളതാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. സമോസ, പക്ക, അവിടെയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു മസാല കൂടി വന്നിട്ടുണ്ടല്ലേ. ഈ മസാല ഉണ്ടല്ലോ, ഈ വെജിറ്റേറിയൻ ബൈറ്റ്സിന്റെ മസാല ഞാൻ സൂപ്പറായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പ്രോട്ടീസ് മസാലയെക്കാട്ടിയും. കാരണം വെജിറ്റേറിയൻ ബൈറ്റ്സ് ഫ്രൈ ചെയ്ത് ഉണ്ടാക്കാനാണെങ്കിലും ഈ പ്രോട്ടീസ് കറി ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോഴും ഞാൻ ചേർക്കുന്നത് ഈ വെജിറ്റേറിയൻ ബൈറ്റ്സ് മസാലയാണ്. ഈ പ്രോട്ടീസ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് കുറച്ചധികം നേരം വെള്ളത്തിൽ കിടത്താതെ നമ്മൾ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് വീർക്കുമ്പോഴേക്ക് 1 മിനിറ്റ് നമ്മൾ തിളച്ച വെള്ളത്തിലിടുന്നു, അത് അപ്പൊ തന്നെ അതിൽ നിന്ന് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ പച്ച വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി സ്ക്വീസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പോലെ സ്മൂത്ത് ആവില്ല, പഞ്ഞി പോലെ ആവില്ല. അതായത് ഒരു മുറുക്കത്തിൽ നിൽക്കും. പെട്ടെന്ന് എടുത്താല് കുറെ നേരം വെള്ളത്തിൽ കിടന്നാൽ അത് പഞ്ഞി പോലെ ആവും. അപ്പൊ നമുക്ക് കടിക്കുമ്പോൾ ആ മുറുക്കം കിട്ടില്ല, ചിക്കൻ കടിക്കുന്ന ഒരു പ്രതീതി കിട്ടണ്ടേ, അപ്പൊ അത് കിട്ടില്ല. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മുറുക്കത്തിൽ കിട്ടുമ്പോ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നോൺ വെജ് അല്ല എന്ന് പറയില്ല. അത് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മസാല കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഇതിന്റെ കൂടെ നമ്മുടെ മസാലകൾ രസോയിത്തടക്കൊക്കെ ചേർക്കാട്ടോ, ഇതും കൂടി ചേർക്കണം. അതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ട്രൈ ചെയ്താണ്, ഒരു മുട്ടയും കൂടെ ഇത് ചെയ്ത സമയത്ത് പുരട്ടി വെക്കില്ലേ, പുരട്ടി വെക്കുന്ന പൊടികളെല്ലാം മസാലകളെല്ലാം വെട്ടി വെക്കുന്ന സമയത്ത് ഒരു മുട്ട കൂടി ഒന്ന് മിക്സ് ചെയ്ത് പുരട്ടി വെച്ചു. ഒരു പരീക്ഷണം നടത്തി നോക്കിയതാ. പക്ഷേ ഉണ്ടല്ലോ, അത് ഒരു വേറെ ലെവലായിരുന്നു. അപ്പൊ മുട്ട കഴിക്കുന്നവർക്ക്, കുട്ടികളൊക്കെ മുട്ട കഴിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് അത് ട്രൈ ചെയ്യാതിന് വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. കഴിക്കാത്തവരല്ലാതെ തന്നെ കഴിച്ചാൽ മതി, അല്ലാതെ അടിപൊളിയാണ്. അപ്പോ ഇതൊരു വെജിറ്റേറിയൻ ബൈറ്റ്സ് ഇത് പറഞ്ഞു. ഇനി നൂഡിൽസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഇന്ന് മാഗി നൂഡിൽസില് ഓരോ 2 മിനിറ്റിലും 2 കോടിയിലധികം സെയിൽ നടക്കുകയാണെന്നാണ് പറയുന്നത്. അത്രയും സെയിൽ നടക്കുന്ന സമയത്ത് മാഗിയെ വെല്ലുന്ന പോലെ ഇപി നൂഡിൽസും ഉണ്ട്. അപ്പൊ ഇതിനെ വെല്ലുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഗുഡ് ഡോട്ട് നൂഡിൽസിനെ കൊണ്ടുവരാൻ സാധിക്കണം. അതിന് നമ്മൾ ഒന്ന് ഇറങ്ങിയാൽ തന്നെ നടക്കുള്ളൂ. കാരണം ആളുകൾ ഇപ്പോഴും ആ മറ്റു നൂഡിൽസിലേക്ക് പോകുന്നു. അതിന് വില ചെറിയൊരു കുറവ് മാത്രമേ ഉള്ളൂ, കാര്യമായിട്ട് കുറവൊന്നുമില്ല. പക്ഷെ അത് മൈദയാണെന്നും പാം ഓയിലാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഹെൽത്തി അല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ആരോഗ്യകരമായ നൂഡിൽസ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ ചേർന്നിട്ടുള്ള, അതുപോലെ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ചേർന്ന, ഇത് ഹൈ പ്രോട്ടീൻ ആണ്, ഫൈബർ റിച്ച് ആണ്. നമുക്കറിയാം ഒരു പാക്കറ്റ് കഴിച്ചാൽ ഒരു 8.3 ഗ്രാം പ്രോട്ടീൻ കിട്ടും. 100 ഗ്രാമിൽ 12 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. പക്ഷെ ഒരു പാക്കറ്റ് കഴിക്കുമ്പോൾ പെർ സെർവില് 8.3 ഗ്രാം പ്രോട്ടീൻ ഒരു കുട്ടിക്കായാലും വലിയവർക്കായാലും അത് കിട്ടും. മാത്രമല്ല ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 4 തരം പയറുവർഗ്ഗങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചിയുണ്ട്, ഏലമുണ്ട്, ഗ്രാമ്പുണ്ട്, കുരുമുളകുണ്ട്, കറുകപ്പട്ടയുണ്ട്, ജാതിയുടെ ഇലയുണ്ട്, ഉലുവയുടെ ഇലയുണ്ട്, കൂണ് പൊടിച്ചതുണ്ട്, മല്ലിയുടെ ഇല ഉണക്കി പൊടിച്ചതുണ്ട്. അങ്ങനെ
ഒരുപാട് ചേരുവകൾ ചേർന്നിട്ടുള്ള ഇതുപോലത്തെ ഒരു ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു നൂഡിൽസ് നമുക്ക് കാണിച്ചു കൊടുക്കാനില്ല. അതാണ് ഈ നൂഡിൽസിന്റെ പ്രത്യേകത. ഇത്രയും ബെസ്റ്റ് ആയിട്ട് ടേസ്റ്റിയാണ്, സൂപ്പർ ടേസ്റ്റ് ആണ്. നൂഡിൽസ് തന്നെയായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ചേർത്ത് കഴിക്കാം, മുട്ട ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ ഈ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് വെജിറ്റേറിയൻ ബൈറ്റ്സ് ആഡ് ചെയ്ത് കഴിക്കാം. അപ്പൊ എന്തായി, കുറച്ചും കൂടി പ്രോട്ടീൻ കിട്ടും. ഇനി പ്രോട്ടീൻസ് നമുക്ക് ആഡ് ചെയ്ത് കഴിക്കാം, അപ്പോഴും കുറച്ചും കൂടി. പിന്നെ ഈ ഗുഡ് ഡോട്ട് നൂഡിൽസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ സൂപ്പ് ഉണ്ടല്ലോ, ഗുഡ് ഡോട്ടിന്റെ സൂപ്പ് ഉണ്ട്, വെജിറ്റേറിയൻ സൂപ്പ്, ആ വെജിറ്റബിൾ സൂപ്പ്, ആ സൂപ്പിന്റെ പൗഡർ കുറച്ചും കൂടി ആഡ് ചെയ്താൽ ഒരു വേറെ ടേസ്റ്റ് ആണ്, അടിപൊളി ടേസ്റ്റ് ആണ്. ഞാനത് ട്രൈ ചെയ്യാറുള്ളത്, മിക്കവാറും അത് ചേർത്താണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പൊ ഇങ്ങനെ നമുക്ക് പല രീതിയിൽ നമ്മുടെ ഡിഷസിനെ പല രീതിയിലും ചെയ്യാം. ഒരു നേരം നൂഡിൽസ് കഴിക്കുന്നത് നമുക്ക് ഏറ്റവും ഹെൽത്തിയാണ്. ഇതിനകത്ത് വളരെ ചെറിയ അളവിൽ മാത്രമേ മൈദയുള്ളൂ, അത് അതിന്റെ ഷേപ്പിന് വേണ്ടി മാത്രമാണ്. ഇത് ആട്ടാ നൂഡിൽസ് ആണ്, നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ഉണ്ടാക്കുന്ന ഒരേ ഒരു നൂഡിൽസ് ആണ് നമ്മുടെ നൂഡിൽസ്. അപ്പൊ നമ്മൾ 2 സെഗ്മെന്റേ പറഞ്ഞുള്ളൂ. ഹരിത സഞ്ജീവനി പറഞ്ഞു, അതുപോലെ ഗുഡ് ഡോട്ട് പറഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റ് ആണ് എന്ത്, കീസോൾ അല്ലെ. നമ്മുടെ മൂർത്തി സാറ്, ഗ്രേറ്റ് ലീഡർ മൂർത്തി സാറ് എപ്പോഴും പറയാറുണ്ട്, നാളെ RCM അറിയപ്പെടാൻ പോകുന്നത് കീസോളിന്റെ പേരിലായിരിക്കും. കാരണം കോസ്മെറ്റിക്സ്, ഇപ്പോ എത്രയോ ആളുകൾ പണ്ട് ഒരു മേക്കപ്പ് ചെയ്യാതെ നടന്നിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് മേക്കപ്പ് ഇല്ലാതെ പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയിലാ ഉള്ളത് അല്ലെ, ശരിയല്ലേ? ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഒരു പൗഡർ പോലും ഉപയോഗിക്കാത്ത വ്യക്തിയായിരുന്നു ഞാൻ. ഒരു കൺമഷിയും ഒരു പൊട്ടും മാത്രമാണ് എന്റെ മേക്കപ്പ് ആയിരുന്നത്. ഞാൻ ഇന്ന് ഫൗണ്ടേഷൻ ഇടുന്നു, സൺസ്ക്രീൻ ഇടുന്നു, ലിപ്സ്റ്റിക് ഇടുന്നു, ഐബ്രോ പെൻസിൽ ഉപയോഗിക്കുന്നു, കാജൽ ഉപയോഗിക്കുന്നു, അതുപോലെ സ്ട്രോബ് ക്രീം ഉപയോഗിക്കുന്നു, ഒരുപാട് സാധനം, ഗ്ലോപ്പ് ഉപയോഗിക്കുന്നു, ഒരുപാട് സാധനങ്ങൾ, മോയ്സ്ചറൈസർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം എല്ലാ ദിവസവും ഉപയോഗിക്കാറില്ല, പക്ഷെ ഫൗണ്ടേഷൻ ഇപ്പൊ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സൺസ്ക്രീൻ റെഗുലർ ആയിട്ട്, ലിപ്സ്റ്റിക് റെഗുലർ ആയിട്ട്, ഐബ്രോ പെൻസിൽ, കാജല്, ഇത് മസ്റ്റ് ആണ്. ഇതില്ലാതെ പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോ. അപ്പോ അത് നമ്മളെ മാറ്റി എന്ന് പറയുമ്പോ അതുപോലെ ഒരുപാട് നമ്മുടെ ചുറ്റിനും മാറിയവരുണ്ട്. പണ്ട് ചെറിയ കുട്ടികളൊന്നും ഒരിക്കലും ഇതുപോലത്തെ കോസ്മെറ്റിക്സ് ഉപയോഗിക്കാറില്ല. പക്ഷെ പണ്ട് സെലിബ്രിറ്റീസ് ഒക്കെയാണ് ഇതൊക്കെ ഉപയോഗിച്ച് കണ്ടിരിക്കുന്നത്. പിന്നെ അത് പതുക്കെ സാധാരണ ആളുകളിലേക്ക് വന്നു. ഇന്ന് 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികൾ വരെ ലിപ്സ്റ്റിക് ഇട്ടിട്ട്, കാരണം അമ്മമാരിടുമ്പോ അവർക്ക് വേണം, അപ്പൊ വാശി പിടിക്കുമ്പോ അവർ ഇട്ട് കൊടുക്കും. അതിന്റെ ഡേഞ്ചർ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല ഇന്ന്. പക്ഷെ ഒരുപാട് ആളുകള്, ഒരുപാട് ഡോക്ടേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ചു പേരൊക്കെ അതിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഇന്ന ഇൻഗ്രീഡിയൻസ് ഉള്ളത് നിങ്ങൾ ഒഴിവാക്കണം, ഇപ്പൊ ലെഡ് മെർക്കുറി ചേർന്ന ലിപ്സ്റ്റിക്കുകൾ നിങ്ങൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ നെയിൽ പോളിഷുകളിൽ നമ്മുടെ നെയിൽ പോളിഷ് നമുക്കറിയാം 21 ഫ്രീ ഫോർമുല ആണ്. നമുക്ക് പലതരം നെയിൽ പോളിഷ് ഉണ്ട്. അതിനകത്ത് ഒരു നെയിൽ പോളിഷ് ഇവിടെ ഉണ്ട്. ഇത് 21 ഫ്രീ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നെയിൽ പോളിഷുകളിൽ കണ്ടുവരുന്ന 21 ടോക്സിൻസ് ഇതിനകത്തില്ല. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നെയിൽ പോളിഷിന്റെ ഡേഞ്ചേഴ്സ് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം, അല്ലെങ്കിൽ മേക്കപ്പ് ഉപയോഗിക്കുകയും ചെയ്യാം എന്ന സേഫ്റ്റിയില്, സേഫ് ആയിട്ട്. മറ്റു പലതിലും സേഫ്റ്റി ഇല്ല, അവരുപയോഗിക്കുന്നു. ഇപ്പൊ ഒരു ഡാൻസ് പ്രോഗ്രാം നടക്കുന്ന ഒരു കുട്ടി മേക്കപ്പ് ചെയ്ത് മണിക്കൂറുകളാ നിൽക്കുക, രാവിലെ ഒരുങ്ങി നിൽക്കുക. സ്കൂളിൽ കോമ്പറ്റീഷന് നിൽക്കുന്ന കുട്ടികള് രാവിലെ മേക്കപ്പ് ചെയ്തിരുന്ന ചിലപ്പോൾ രാത്രി 8 മണിക്കൊക്കെ ആയിരിക്കും അവരെ പ്രോഗ്രാം വരിക. അതുവരെ ഇവര് മേക്കപ്പ് ഇട്ട് നിൽക്കുക ചെയ്യുന്നത്. ലിപ്സ്റ്റിക് കുറെ അകത്തേക്ക് പോകും. എന്താ പോകുന്നത്? ടോക്സിൻസ് അല്ലേ പോകുന്നത്. നമ്മള് ഇവിടെ കൊടുക്കുമ്പോഴോ, നമ്മുടെയാണ് കൊടുക്കണമെങ്കിൽ RCMന്റെ കീസോൾ പ്രൊഡക്റ്റ് ആണ് കൊടുക്കണമെങ്കിലോ സേഫ് ആണ്. നമുക്ക് ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് ഇല്ല, മൃഗങ്ങളുടെ പാർട്സ് ഇല്ല, പാരബൻ, സിലിക്കോൺ, സൾഫേറ്റ് പോലത്തെ കെമിക്കൽസ് ഇതിനകത്ത് ഇല്ല. അതുപോലെ നെയിൽ പോളിഷിൽ ഞാൻ പറഞ്ഞ 21 ഫ്രീ ഫോർമുല, 21 ടോക്സിൻസ് ഇല്ലാത്ത നെയിൽ പോളിഷ് നമുക്ക് ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ നമ്മള് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം, ഇപ്പൊ ഞാൻ പറഞ്ഞ തന്നെ ലിപ്സ്റ്റിക്. ഇപ്പൊ ലിപ്സ്റ്റിക്, ഇതിപ്പോ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് പറഞ്ഞിരിക്കുന്നത്. ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ട്, നമുക്ക് മാറ്റ് ലിപ്സ്റ്റിക്, പല ടൈപ്പ് ലിപ്സ്റ്റിക്കുകളുണ്ട്. ഇതും ഇതുപോലെ തന്നെ നമ്മൾ ഒരു ലിപ്സ്റ്റിക് ഇടുന്ന ഒരാളെ കാണുമ്പോ ഞാൻ ആദ്യം ചിന്തിക്കുന്ന, ദൈവം ഇവര് വില കുറഞ്ഞ ലിപ്സ്റ്റിക് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും, ബ്രാൻഡ് ആയിരിക്കുമല്ലോ ദൈവം ഉപയോഗിക്കുന്നത്. നമ്മുടെ ലിപ്സ്റ്റിക് ആയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, അവർക്ക് സേഫ് ആയിരുന്നേനല്ലോ. ഇപ്പൊ ഇവര് സേഫ് അല്ലല്ലോ എന്നാണ് നമ്മുടെ മനസ്സിൽ ചിന്ത പോകുന്നത്. ആ ചിന്ത നമുക്കുള്ളിടത്തോളം കാലം നമ്മൾ ഇതിനെപ്പറ്റി ആളുകളോട് പറഞ്ഞു കൊടുക്കണം. കീസോൾ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത, മറ്റു ഉൽപ്പന്നങ്ങളെ മാറ്റി എന്തിന് കീസോളിലേക്ക് വരണം, കാരണം സേഫ്റ്റി. അവിടെ നമുക്ക് ഇവിടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് അല്ലെ, ഈ ഫൗണ്ടേഷൻ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇന്ന് BB ക്രീം ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. BB ക്രീമും മോശമൊന്നുമല്ല, അടിപൊളി സാധനം തന്നെയാണ്. BB ക്രീമും കോമ്പാക്ട് പൗഡറും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ ഈ ഒരു ഫൗണ്ടേഷൻ വന്നതിന് ശേഷം എന്റെ ഫേവറേറ്റ് ഇപ്പൊ ഇതാണ്.
കാരണം ഇതൊരു സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്രൊഡക്റ്റ്. നമ്മളിത് ഇട്ടിട്ട് പോകുമ്പോൾ ഭയങ്കര ചേഞ്ചസ് ആണ് നമ്മുടെ മുഖത്ത്. ആളുകൾ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, എന്താണ് ഇത്ര മുഖത്ത് ഗ്ലോ വരുന്നത്. അപ്പൊ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ സ്ക്വീസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊന്ന് ഫീൽഡിൽ പോകുന്ന സമയത്ത് ഒരു ലേശം നമ്മുടെ കൈയുടെ ഇതിലാക്കിയിട്ട്, നമ്മുടെ എല്ലാം നമ്മൾ ആരോടാണ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ കൈമ ആക്കിയിട്ട്, ഒരു കൈമ ആക്കിയിട്ട് അതിങ്ങനെ പൊട്ട് പൊട്ട് പോലെ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് കൈ തമ്മിൽ ചേഞ്ചസ് നോക്കാൻ പറയാം. അങ്ങനെ നോക്കുമ്പോ തന്നെ അവര് പറയും അത് കൊള്ളാലോ. അപ്പൊ അവർക്ക് മുഖത്തൊന്ന് ഇട്ട് കൊടുക്കണം. മുഖത്ത് ഇട്ട് കൊടുക്കുമ്പോ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഒരു ഫോട്ടോ എടുക്കുക, അതിനുശേഷം ഇത് ഇട്ട് കൊടുക്കുക, അതിനുശേഷം വീണ്ടും ഒരു ഫോട്ടോ എടുക്കുക, അവരെ തന്നെ കാണിക്കുക. ഇത്രയും ചെയ്താൽ മതി. 95% ആളുകൾ ഇത് വാങ്ങിയിരിക്കും. 95 എന്റെ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡർ നന്ദനൻ സാറ് ഇത് ഞങ്ങളെ എന്താ പറയാ പഠിപ്പിച്ചു വെച്ചേക്കാണ്. ഇത് നീ ഫോട്ടോ എടുക്കാതെ ഞാൻ ഇട്ട് കൊടുത്താൽ അപ്പൊ എനിക്ക് വഴക്ക് വെക്കും, എന്താ ഫോട്ടോ എടുക്കാഞ്ഞെന്ന് വെച്ച്. ഫോട്ടോ എടുക്കണം, നിർബന്ധമാണ്. അപ്പോ ഇത് നമുക്ക് അതിലൂടെ സെയിൽ ചെയ്യാന്ന് മാത്രല്ല, മറ്റ് എന്താ പറയാ മുഖത്ത് ഫൗണ്ടേഷൻ പോലെ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ പോലെയൊക്കെ പലതും ഉപയോഗിക്കുന്നതിൽ നിന്ന് ആളുകളെ നമുക്ക് രക്ഷിച്ചെടുക്കാം ഇത് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സാധനങ്ങളാണ് ഇത്. നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യമല്ല, നമ്മുടെ സ്ത്രീകളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. എന്താണ്? നമ്മുടെ സാനിറ്ററി പാഡ്. സാനിറ്ററി പാഡും അതിനോടൊപ്പം തന്നെ ഇന്റിമേറ്റ് വാഷും. ഒരു പാഡും കൂടി ഉണ്ട്, എക്സ്ട്രാ ലോങ്. ഇത് പഴയ പാക്കിംഗ് ആണ്, പുതിയ പാക്കിംഗ് എന്റെ ഇപ്പൊ ഇല്ലാത്തോണ്ട് പഴയ പാക്കിംഗ്. പക്ഷെ എക്സ്ട്രാ ലോങ് എന്ന് ഓർത്താൽ മതി, കുഴപ്പമില്ല. ഇത് സേഫ് ആൻഡ് ലോങ് ആണ്. ഇത് കോംഫി റെഗുലർ പാഡാണ്. എന്താണ് നമ്മുടെ പാഡുകളുടെ പ്രത്യേകത? കോംഫി റെഗുലർ പാഡ് ഇത് നമുക്ക് 3 ലെയർ ആണ്, കോട്ടൺ ആണ്. മറ്റു മാർക്കറ്റിലെ പാഡുകളുടെ പ്രശ്നം എന്താ? ഒന്ന്, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്ലാസ്റ്റിക്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന പല പേരുകൾ പറയരുതെന്ന് ഞാൻ വിചാരിക്കും, പക്ഷെ ചില പേരുകൾ പറയാതിരിക്കാൻ പറ്റില്ല, എന്നാലാണ് ആളുകൾ അത് ശ്രദ്ധിക്കുള്ളൂ. വിസ്പർ പോലത്തെ പാഡുകൾ പല ഡെമോകളിലും നമ്മുടെ ടീമിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഫ്രണ്ട് ലെയർ ഒരു ബ്ലൂ കളറ്, അത് കീറിയെടുത്ത് നിങ്ങൾ വലിച്ചു കഴിഞ്ഞാൽ അത് എത്ര വേണമെങ്കിലും വലിയും, അത് പൊട്ടില്ല, ഒരിക്കലും അത് കീറിപ്പോരില്ല. മാത്രല്ല കയ്യിലൊന്ന് ഉരച്ചു കഴിഞ്ഞാൽ കമ്പി കൊണ്ട് ഉരയ്ക്കുന്ന പോലെ ഇരിക്കും. പ്ലാസ്റ്റിക് ആണെന്നുള്ളത്, പോളിപ്രൊപ്പലിൻ ലെയർ ആണെന്നുള്ളത് നമുക്ക് ആ ഒരൊറ്റ കാര്യം കൊണ്ട് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാം. ഈ പ്ലാസ്റ്റിക് ലെയർ നമ്മുടെ ബോഡിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗത്ത്, അത് നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടിയിരിക്കുന്ന സമയത്ത്, അത് വരുന്ന സമയത്ത് ഉപയോഗിക്കുമ്പോൾ അവിടെ ഡയോക്സിൻ പോലത്തെ ക്യാൻസറസ് ഗ്യാസ് ഉണ്ടാവും. അതായത് ശരീരത്തിന്റെ ചൂട് കൂടിയിരിക്കുന്ന സമയമാണ് പീരീഡ് സമയം. ആ സമയത്ത് തന്നെയാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ചൂടുള്ള സാധനം അവിടെ വെക്കുന്നത്. അപ്പോ ശരീരത്തിൽ ഡയോക്സിൻ പോലത്തെ ക്യാൻസറസ് ഗ്യാസ് ഉണ്ടാവും. ഇത് അകത്തേക്കാണ് പോകുന്നത്, കാരണം പുറത്തേക്ക് പ്ലാസ്റ്റിക്കിലൂടെ കാറ്റ് കടക്കില്ല. നമ്മൾ പ്ലാസ്റ്റിക് പാഡല്ലേ വെച്ചിരിക്കുന്നത്, പിന്നെ എങ്ങോട്ടാ അത് പോവാ? അകത്തേക്ക് തന്നെ അത് പോവുള്ളൂ. അത് ഇന്ന് സെർവിക്കൽ ക്യാൻസർ, UTI പോലത്തെ പ്രശ്നങ്ങൾ, യൂട്രസിന് സംബന്ധമായിട്ടുള്ള പല ഇഷ്യൂസിനും കാരണമാകുന്നുണ്ട് എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ചേർക്കുന്ന VOC എന്ന് പറഞ്ഞാൽ സ്മെല്ലിന് വേണ്ടി ചേർക്കുന്ന പെർഫ്യൂംസ്, അത് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് പഠനങ്ങളിൽ നമ്മുടെ യൂട്യൂബില് ഒരു വീഡിയോ കിടക്കുന്നുണ്ട്, സാനിറ്ററി നാപ്കിൻ മനോരമ ന്യൂസ് നിങ്ങൾ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുന്ന, ഹോം മീറ്റിങ്ങിന് പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആരോടാണോ പാഡ് പറയാൻ പോകുന്നത്, സാനിറ്ററി നാപ്കിനെ പറ്റി പറയുന്നത്, അവർക്കും എല്ലാവർക്കും അത് കാണിച്ചു കൊടുക്കുക. 10 പ്രമുഖ ബ്രാൻഡില് ഫാലറ്റ്സ് VOC കണ്ടുപിടിച്ചു. അത് ക്യാൻസർ, വന്ധ്യത പോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു NGOയുടെ, ഡൽഹി ആസ്ഥാനമായുള്ള NGOയുടെ പഠന റിപ്പോർട്ടാണ്. അതുകൂടാതെ പല ന്യൂസ് പേപ്പറുകൾ കട്ടിങ്ങുകളിലും വന്നിട്ടുണ്ട്. ഇന്നത്തെ സാനിറ്ററി പാഡുകൾ ഗർഭാശയ സംബന്ധമായ ക്യാൻസർ, വന്ധ്യത പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. പക്ഷെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നതും ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്നതും ആ ബ്രാൻഡുകൾ തന്നെയാണ്. ആ ബ്രാൻഡുകളെ ചേഞ്ച് ചെയ്യിപ്പിച്ച് അവരെ ആരോഗ്യത്തിലേക്ക് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് RCM തന്നിരിക്കുന്ന കീസോളിലൂടെ. ഇത് കോട്ടൺ പാഡാണ്. ഇത് പക്ഷേ ബ്ലീഡിങ് കുറവുള്ളപ്പോൾ ഉപയോഗിക്കാനാണ്. ഫസ്റ്റ് ഡേ, ലാസ്റ്റ് ഡേ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്പോട്ടിങ് ഉള്ളപ്പോൾ ഉപയോഗിക്കാം. നമുക്ക് കത്തിച്ച് കളയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചു കളയാം. ചൊറിച്ചില് യാതൊരു പ്രശ്നങ്ങൾ, ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇത് ഫുൾ കോട്ടൺ തന്നെയാണ്. അതുപോലെ തന്നെ അതിന്റെ തന്നെ കുറച്ചുകൂടി വലിയ പാഡാണ് എക്സ്ട്രാ ലോങ് എന്ന് പറഞ്ഞത്. എക്സ്ട്രാ ലോങ് പാഡിന്റെ പ്രത്യേകത ഇതിനേലും കുറച്ചും കൂടി നീളമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്ലീഡിങ് ഉള്ളപ്പോൾ ഉപയോഗിക്കാം, കൂടുതലുള്ളപ്പോൾ ഉപയോഗിക്കാം. അത് ലീക്ക് ഒന്നും വരില്ല, പ്രൊട്ടക്ഷൻ തന്നെയാണ്. പക്ഷെ ഇതിന് സേഫ് ആൻഡ് ലോങ്ങിനുള്ള പ്രത്യേകത അതിനില്ല. സേഫ് ആൻഡ് ലോങ്ങിന് ഞാൻ പറയുന്നു മെഡിസിനൽ ഗുണമുണ്ട്. മെഡിസിനൽ ഗുണം എന്താണ്? സേഫ് ആൻഡ് ലോങ് എന്ന് പറയുന്നത് ഇതിനകത്ത് ആനിയോൺ സ്ട്രിപ്പ് ഉണ്ട്. ഇത് 7 ലെയർ ആണ് ഒരു പാഡ് വരുന്നത്. 7 ലെയർ ആണ്. ഈ പാഡില് ആനിയോൺ സ്ട്രിപ്പ് ഉണ്ട്. ഈ ആനിയോൺ സ്ട്രിപ്പ് നമ്മുടെ യൂട്രസിൽ കെട്ടിക്കിടക്കണ ബ്ലഡിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ മൈക്രോ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ,
മൈക്രോ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ. അതാണ് ആ ടേം കേട്ടോ. അല്ലാതെ യൂട്രസിൽ നിന്ന് വേറെ നമ്മൾ വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. ചിലത് പറഞ്ഞു വരുമ്പോ നമ്മള് മാറിപ്പോകും. മൈക്രോ സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ബ്ലഡ് വെസലുകളിലുള്ള രക്തോട്ടം കൂട്ടാൻ, അവിടുത്തെ സർക്കുലേഷൻ. ഇതിന്റെ നടുക്കുകളിലൊക്കെ അടിച്ചു നോക്കി അറിയാൻ പറ്റും. ഒരുപാട് ഗുണങ്ങളുണ്ട്. ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയിലുള്ള ഇച്ചിങ് പോലത്തെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അവിടെയുള്ള നല്ല ബാക്ടീരിയകളെ നിലനിർത്താൻ സഹായിക്കുന്നു. നല്ല ബാക്ടീരിയകളെ നിലനിർത്താൻ സഹായിക്കുന്നു. അവിടുത്തെ ബാഡ് സ്മെല്ല് ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അതുപോലെ നമുക്ക് പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന മൂഡ് ചേഞ്ചസ്, ദേഷ്യം, ഇറിറ്റേഷൻ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ ഇതിനകത്തുള്ള ആനിയോൺ സ്ട്രിപ്പ് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ. ഹാപ്പി ഹോർമോൺസ് കുറഞ്ഞിരിക്കുന്ന സമയമാണ് പീരീഡ് സമയം. അതിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സേഫ് ആൻഡ് ലോങ്ങിലെ ആനിയോൺ സ്ട്രിപ്പ് ഉള്ള പാഡുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പലർക്കും ബ്ലീഡിങ് ഉള്ള സമയത്ത് ബ്ലഡ് മുഴുവനായിട്ട് പുറത്തു പോകുന്നില്ല. കുറെ ബ്ലഡ് അവിടെ കെട്ടിക്കിടക്കുന്നു. ഇത് പിന്നീട് കുരുക്കളായിട്ട് യൂട്രസിന്റെ ഭിത്തികളിൽ ഒട്ടിപ്പിടിച്ച് കുരുക്കളായിട്ടും ഫൈബ്രോയിഡായിട്ടും സിസ്റ്റ് ആയിട്ടും ഒക്കെ മാറുന്നതിന് കാരണമാവുന്നുണ്ട്. അതിനെ തടയാൻ ചിലർക്ക് എൻഡോമെട്രിയത്തിന്റെ യൂട്രസിന്റെ അകത്ത ലൈനിങ്ങിന്റെ കട്ടി കൂടുതലായി വരും ഈ ഒരു പ്രശ്നം കൊണ്ട്. ഇതിനൊക്കെ ഇല്ലാതെയാക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ സേഫ് ആൻഡ് ലോങ് എന്ന് പറഞ്ഞ പാഡ്. ഓക്കെ, അപ്പോ ഇത്രയും പാഡ് ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് വെക്കേണ്ട സാധനമാണ്. 3 തരം പാഡുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ചേർത്ത് വെക്കുന്നത് ഇന്റിമേറ്റ് വാഷ്. കാരണം നമ്മൾ പലപ്പോഴും ഇന്റിമേറ്റ് വാഷിനെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇന്റിമേറ്റ് ഏരിയയിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാൻ സഹായിക്കുന്നു. ചൊറിച്ചിലുണ്ടെങ്കിൽ മാറും, അവിടെ വേറെ എന്തെങ്കിലും പൊട്ടൽ വരുന്നുണ്ടെങ്കിൽ മാറും, അല്ലെങ്കിൽ കറുപ്പ് നിറം ഉണ്ടെങ്കിൽ മാറും. ഇതൊരിക്കലും ഒരു പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ അല്ല. പ്രശ്നങ്ങൾ വരാതിരിക്കാനും അവിടുത്തെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്റിമേറ്റ് വാഷ്. ഇത് പുരുഷന്മാർക്കുള്ളതാണ്. ലേഡീസിനുള്ള ഇന്റിമേറ്റ് വാഷ് പിങ്ക് കളറിൽ നമുക്കറിയാം. ഇതിനകത്ത് 2 വ്യത്യാസമേ ഉള്ളൂ. പുരുഷന്മാർക്കുള്ളിൽ ആലം എക്സ്ട്രാ ഉണ്ട്, ലേഡീസിന്റെ ഇതിൽ ഉള്ളതിനെക്കാട്ടി ഒരു ഇൻഗ്രീഡിയന്റ് കൂടുതലുണ്ട്, ആലമാണത്. മറ്റ് സീബക്തോൺ ഉണ്ട്, അതുപോലെ തന്നെ ടീ ട്രീ ഓയിൽ ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഉണ്ട്, ലോട്ടസ് എക്സ്ട്രാക്ട് ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ B5 ഉണ്ട്, മിന്റ് ഉണ്ട്. അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ്, ചെടികളിൽ നിന്ന് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ള ഇന്റിമേറ്റ് വാഷ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇന്റിമേറ്റ് ഏരിയയിലെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ, അവിടുത്തെ കോശങ്ങളെ യാഥാസ്ഥിതികതയിൽ നിലനിർത്താന്ന് പറഞ്ഞാൽ അവിടുത്തെ നല്ല ബാക്ടീരിയകള്, ദൈവം ആ ഭാഗത്ത് നല്ല ബാക്ടീരിയകളെ ഗാർഡായിട്ട് തന്നിട്ടുണ്ട്, സംരക്ഷകരായിട്ട് തന്നിട്ടുണ്ട്. ആ നല്ല ബാക്ടീരിയകളെ നിലനിർത്താനായിട്ട് സോപ്പ് ഉപയോഗിച്ചാൽ സാധിക്കില്ല. സോപ്പിന്റെ pH-ഉം ഇന്റിമേറ്റ് ഏരിയയുടെ pH-ഉം വ്യത്യസ്തമാണ്. ഇന്റിമേറ്റ് ഏരിയയുടെ pH 3.5 മുതൽ 4.5 വരെ. സോപ്പിന്റെ pH 8 മുകളിലേക്കാണ്. എന്ന് പറഞ്ഞാൽ സോപ്പ് ആൽക്കലൈൻ ആണ്, നമ്മുടെ ഇന്റിമേറ്റ് ഏരിയ അസിഡിക് ആണ്. അസിഡിക് ഏരിയയിൽ ആൽക്കലൈൻ സോപ്പ് ഉപയോഗിക്കുമ്പോൾ അവിടെയുള്ള നല്ല ബാക്ടീരിയകൾ നശിക്കും, അവിടുത്തെ സ്കിന്നുകൾക്ക് ഡാമേജ് സംഭവിക്കും, പല ചൊറിച്ചില്, ഇറിറ്റേഷൻ പോലത്തെ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പൊ പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ല എന്നും പറഞ്ഞ് നമ്മൾ സോപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അവിടുത്തെ നല്ല ബാക്ടീരിയകൾ എന്നോ നശിച്ചു പോയിട്ടുണ്ടാവും. നമുക്കിതൊന്നും പണ്ട് അറിയില്ലായിരുന്നു, നമ്മളിത് ആരും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. പക്ഷെ RCMൽ വന്നത് നമ്മുടെ ഭാഗ്യം, നമുക്ക് പറഞ്ഞ് ക്ലാസ്സുകൾ കിട്ടി. നമ്മൾ മുഖം കഴുകാൻ ഫേസ് വാഷ് ഉപയോഗിക്കും അല്ലെ? എന്തിനാ നമ്മൾ മുഖം കഴുകാൻ ഫേസ് വാഷ് ഉപയോഗിക്കണം? ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. മുഖത്തിന്റെ pH-ഉം ബോഡിയുടെ, സോപ്പ് ഉപയോഗിച്ചാൽ പോരെ മുഖം കഴുകാൻ? മുഖത്തിന്റെ pH-ഉം ശരീരത്തിന്റെ pH-ഉം വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് pH മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഫേസ് വാഷുകൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ മൂത്രമൊഴിക്കുന്ന ഭാഗത്തെ ഇന്റിമേറ്റ് ഏരിയയുടെ pH-ഉം. അതുകൊണ്ട് ഇന്റിമേറ്റ് ഏരിയ വാഷ് ചെയ്യാൻ വേണ്ടി പുരുഷന്മാര് ഇത് ഉപയോഗിക്കുക, സ്ത്രീകളാണെങ്കിൽ വുമൺ ഇന്റിമേറ്റ് വാഷ് ഉപയോഗിക്കുക. ഇത് മെൻസ് ഇന്റിമേറ്റ് വാഷ് ആണ്. അപ്പോ ഇത് കഴിഞ്ഞു. അപ്പൊ കീസോൾ എന്ന് പറഞ്ഞ സെഗ്മെന്റ് കഴിഞ്ഞു. നമ്മൾ ഹരിതസഞ്ജീവനി പറഞ്ഞു, ഗുഡ് ഡോട്ട് പറഞ്ഞു, കീസോൾ പറഞ്ഞു. കീസോളിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഇനി ഞാൻ ടച്ച് ചെയ്യാത്തത് ബ്രാ പാൻറ്റീസ് നമ്മൾ എന്തായാലും ഉപയോഗിക്കേണ്ടതാണ്. കോസ്മെറ്റിക്സ്, മുരിങ്ങ പ്രോഡക്ട്സ്, ഒത്തിരി സാധനങ്ങളുണ്ട്. കാജൽ, ഐലൈനർ, മസ്കാര ഒക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് പതുക്കെ ഓരോ ക്ലാസ്സിൽ പഠിക്കാം. അടുത്തൊരു സെഗ്മെന്റ് ആണ് നമ്മുടെ ഭക്ഷണം. ഇന്ന് വളരെ മോശമാണെന്ന് എല്ലാവർക്കും അറിയാം. നിറം നല്ലതായിരിക്കണം, മണം നല്ലതായിരിക്കണം, അടിപൊളി ടേസ്റ്റ് ആയിരിക്കണം. അങ്ങനത്തെ ഫുഡാണെങ്കിൽ കുട്ടികൾ വന്നിരുന്ന് കഴിച്ചോളും, ഭർത്താവും വന്നിരുന്ന് കഴിച്ചോളും. അത് എങ്ങനെ ഉണ്ടാക്കിയെന്നോ അത് ഹെൽത്തി ആയിട്ട് പാചകം ചെയ്താണെന്നോ ഒരാളിന്ന് ആലോചിക്കാറില്ല. ഭക്ഷണം എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അടിപൊളി, നല്ല ടേസ്റ്റാ, നന്നായിട്ടുണ്ട്. ടേസ്റ്റ് ആണോ ഭക്ഷണത്തിന്റെ നല്ലതാക്കണേന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരു ഭക്ഷണം നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം അത് നന്നാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ടേസ്റ്റിന് വേണ്ടി എന്ത് ടേസ്റ്റ് മേക്കർ വേണമെങ്കിലും ചേർക്കാം. ഏത് രീതിയിലും നമുക്ക് വളഞ്ഞ വഴിയിലും ചേരാൻ പാടില്ലാത്തതും ചേരുന്നതും ഒക്കെ മിക്സ് ചെയ്തുണ്ടാക്കാം.
പക്ഷേ ടേസ്റ്റ് അല്ല ഭക്ഷണത്തിന് നന്നാക്കുന്നത് അതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, അല്ലെങ്കിൽ അത് സേഫ് ആയിട്ടാണോ അതിന്റെ പാചകം, ഇതിനൊക്കെ ആലോചിച്ചിട്ടാണ് ഒരു ഭക്ഷണം സൂപ്പർ ആണോ അല്ലയോ എന്ന് പറയുന്നത്. ഒരു ചിക്കൻ ബിരിയാണി വാങ്ങി കഴിക്കുമ്പോൾ സൂപ്പർ ചിക്കൻ ബിരിയാണിയാണ് ആ കടയിലെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആ ഹോട്ടലിലെന്ന് പറഞ്ഞ് അങ്ങോട്ട് വീണ്ടും വീണ്ടും പോകുമ്പോ ആ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും അല്ലെങ്കിൽ ആ ബിരിയാണിയിൽ ചേർക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസും അതിന്റെ പാചക രീതികളൊക്കെ മോശമാണോ നല്ലതാണോ എന്ന് ആരും ചിന്തിക്കല്ല. വായക്ക് ടേസ്റ്റ് ഉണ്ട്, അവിടുത്തെ സാധനം സൂപ്പർ, സൂപ്പർ എന്നല്ല പറയണ്ടേ, അവിടുത്തെ സാധനം ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി, സൂപ്പർ അല്ല. സൂപ്പർ ആവണമെങ്കിൽ മറ്റു കാര്യങ്ങളുടെ. അപ്പൊ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭക്ഷണം, കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ടേസ്റ്റ് നോക്കി, നിറം നോക്കി, മണം നോക്കി കഴിക്കുമ്പോൾ നമുക്ക് വരുന്ന വലിയൊരു അപകടമാണ് പോഷകങ്ങൾ അവിടെ ഇല്ലാതെ പോകുന്നു. പണ്ട് ആളുകള് ഭക്ഷണം അടുക്കളയിൽ ഉണ്ടാക്കിയിരുന്നത് പോഷകങ്ങളുള്ള ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്, പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് നമ്മുടെ പാരന്റ്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നമ്മൾ അന്ന്, നമ്മളല്ല നമുക്കത് കിട്ടിയിട്ടുണ്ടാവാൻ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ പാരന്റ്സിന് അതൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം പറമ്പിലും പാടത്തുണ്ടാക്കുന്ന നല്ല പച്ചക്കറികളും നല്ല പഴവർഗ്ഗങ്ങളും നല്ല മൺപാത്രങ്ങളിൽ പാചകം ചെയ്ത്, അടുപ്പിൽ പാചകം ചെയ്ത്, നല്ല രീതിയിൽ കുക്ക് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് കഴിക്കാൻ തന്നിരുന്നു. ഇന്ന് നമ്മൾ കഴിക്കുന്നത് മുഴുവൻ പാത്രങ്ങൾ മോശം, കുക്കിംഗ് രീതി മോശം, അടുപ്പുകളൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വളരെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുന്നു. നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത പല പാത്രങ്ങളാണ് ഇന്ന് പല യൂട്യൂബ് ചാനലിലെ കുക്കിംഗ് വീഡിയോകളിലും ഉള്ളത്. അത് മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ ഗുഡ് ഡോട്ടിന്റെ സെഷനിലും ഞാൻ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നാറുണ്ട് ഈ നോൺ സ്റ്റിക്ക് പാത്രം ഒന്ന് ഒഴിവാക്കൂ എന്ന് പറയണം, അല്ലെങ്കിൽ ഈ അലുമിനിയം പാത്രം ഒന്ന് ഒഴിവാക്കൂ എന്ന് പറയണം എന്ന് തോന്നാറുണ്ട്. അത് നമ്മൾ ഒഴിവാക്കണം, കാരണം അത് നമ്മളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പണ്ട് നല്ല ഭക്ഷണം, നല്ല വെള്ളം, നല്ല വായു ഒക്കെ കഴിച്ചിരുന്നു. നല്ല പാചക സാധനങ്ങളെല്ലാം നല്ലതായിരുന്നു, പാചക രീതികളും നല്ലതായിരുന്നു, പാത്രങ്ങളും നല്ലതായിരുന്നു. ഇന്ന് ഇതെല്ലാം മോശമായിട്ട് എന്നിട്ടും നമുക്ക് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കഴിക്കാനും മടിയാണ്. നമുക്ക് എപ്പോഴും ഒന്ന് പാഴ്സല്, ഒരു സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൊമാറ്റോ വഴി ഓർഡർ ചെയ്യുമ്പോഴൊക്കെയാണ് കൂടുതൽ ആളുകൾ സന്തോഷിക്കുന്നത്. പക്ഷെ അതെല്ലാം സ്ലോ പോയിസൺ ആയിട്ട് നമുക്ക് തിരിച്ചു വരുന്നു. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് പോഷകങ്ങൾ നമുക്ക് വേണ്ടത്ര അളവിൽ കിട്ടുന്നില്ല. എല്ലാം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, വേണ്ടത്ര അളവിലും കിട്ടുന്നില്ല. 13 വൈറ്റമിൻസ്, 15 മിനറൽസ്, അതുപോലെ തന്നെ പ്രോട്ടീൻ, ഫൈബർ, ഒമേഗ 3, ഇതുപോലെ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് നമുക്ക് ആവശ്യത്തിലധികം കിട്ടുന്നുണ്ട്. പക്ഷെ നല്ല ഫാറ്റ് എപ്പോഴും കുറവാണ് കേട്ടോ. നല്ല ഫാറ്റ് അല്ല നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പോഷക ന്യൂനതകൾ കൊണ്ട് ഒരുപാട് ഡെഫിഷ്യൻസികൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ ഈ ഡെഫിഷ്യൻസികളെല്ലാം ശരീരം പറയുന്നത് ഭാഷയാണ്, വേദനകളായിട്ടും പല പല രോഗലക്ഷണങ്ങളായിട്ടും. ശരീരം പറയുന്നു എനിക്ക് വൈറ്റമിൻ എ കുറവാണ്, കണ്ണിന് പ്രശ്നങ്ങൾ വരുന്നു. ശരീരം പറയുന്നു എനിക്ക് മുട്ടുവേദനയുണ്ട്, കാൽസ്യം ഇല്ല, വൈറ്റമിൻ ഡി ഇല്ല, പ്രോട്ടീൻ ഇല്ല. ശരീരം പറയുന്നു മസിലിന് പ്രശ്നമുണ്ട്, അതിന്റെ അർത്ഥം എന്താ? കാൽസ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസ്, പ്രോട്ടീൻ ഇല്ല, വെള്ളം ഇല്ല. ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതൊന്നും കേൾക്കില്ല. നേരെ ഗുളിക, വേദനയ്ക്ക് ഗുളിക, ഡോക്ടറെ കാണുന്നു ഗുളിക. ഇതിലേക്ക് പോകുമ്പോ നമ്മള് വലിയ രോഗത്തിൽ നിന്ന് രോഗത്തിലേക്ക് അതായത് എന്താ പറയാ, അഭിമന്യു കയറിയ അതിനില്ലേ, അതിനകത്ത് കുരുങ്ങിക്കിടക്കുന്ന പോലെയാണ് നമ്മൾ കുരുങ്ങിക്കിടക്കുന്നത്. അതിലേക്ക് പോകാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ന്യൂട്രിചാർജ് എന്ന് പറഞ്ഞ സെഗ്മെന്റ് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടം മുഴുവൻ, ഇന്ന് തൊട്ട് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടം മുഴുവൻ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഇല്ലാതെയോ എക്സസൈസ് ഇല്ലാതെയോ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു സത്യമാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന വൈറ്റമിൻസ്, മിനറൽസ്, പുരുഷന്മാർക്ക് കഴിക്കാവുന്ന ന്യൂട്രിചാർജ് മാൻ ടാബ്ലറ്റും സ്ത്രീകൾക്ക് കഴിക്കാവുന്ന ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റും 50 പോഷകങ്ങളാണ്. ഇന്ന് ചക്രവ്യൂഹം. ഓക്കെ, താങ്ക് യു സാർ. അഭിമന്യുവിന്റെ ചക്രവ്യൂഹത്തിൽ പെട്ട് കറങ്ങുന്ന പോലെ ഇന്ന് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 2 സ്ത്രീകളെ എടുത്താൽ അതിൽ ഒരു സ്ത്രീ അനീമിക് ആണെന്ന് നമ്മൾ പറയുമ്പോൾ, ആ അനീമിയ, ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഔദ്യോഗികമായ കണക്കാണ്. പക്ഷെ 2 സ്ത്രീകളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും സ്ത്രീകൾക്ക് അനീമിയ തന്നെയാണ് എന്നുള്ളത്. വൈറ്റമിൻ B12 ഇന്ന് പലർക്കും ഇല്ല, അയൺ കണ്ടന്റ് കുറവാണ്. അപ്പോ ഈ സ്ത്രീകളെ അനീമിയയിൽ നിന്ന് രക്ഷിക്കാനും, അല്ലെങ്കിൽ ഇന്ന് സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു 60-70% കാലുവേദന, ക്ഷീണം, വയ്യായിക, പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന പ്രീമെൻസ്ട്രൽ സിൻഡ്രംസ്, അതുപോലെ തന്നെ ഫൈബ്രോയിഡ്, PCOD എന്നീ പ്രശ്നങ്ങളെ എല്ലാം തൂത്തെറിയാൻ, അവരെ ഒരു 90% അവരെ അതിൽ നിന്നും മുക്തരാക്കാൻ സഹായിക്കുന്ന 50 പോഷകങ്ങൾ അടങ്ങിയ വൈറ്റമിൻ ടാബ്ലറ്റ് ആണ് ന്യൂട്രിചാർജ്. വൈറ്റമിൻസ്, മിനറൽസ്,
13 ഫ്രൂട്ട് ബ്ലെൻഡ്, അമിനോ ആസിഡ്സ്, ബൊട്ടാണിക്കൽസ് ചേർന്നിട്ടുള്ള ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റ് ആണ് ന്യൂട്രിചാർജ് വുമൺ. ഏത് സ്ത്രീയോടും നമ്മൾ പറഞ്ഞിരിക്കണം, ഏത് സ്ത്രീ ആണെങ്കിലും ഇത് കഴിച്ചിരിക്കണം. പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത ഏത് സ്ത്രീക്കും ഇത് കഴിക്കാം, ഏത് രോഗാവസ്ഥയിലും കഴിക്കാം. വെള്ളം കുടിച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വളമിട്ടാൽ ചെടിക്ക് ഉണ്ടാകുന്ന പോലെ യാതൊരു ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കണം. 50 പോഷകങ്ങളും വേണ്ടടുത്ത് ഓരോരുത്തർ എത്തിക്കേണ്ടടുത്ത് എത്തിക്കണമെങ്കിൽ, കണ്ണിലേക്ക് വേണ്ടത് കണ്ണിനും, എല്ലിലേക്ക് വേണ്ടത് എല്ലിനും, പല്ലിലേക്ക് വേണ്ടത് പല്ലിനും എത്തിക്കണമെങ്കിൽ വെള്ളം വേണം. വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണം. അതുപോലെ പുരുഷന്മാർക്ക് കഴിക്കുന്ന ന്യൂട്രിചാർജ് മാൻ ഉണ്ട്. 33 പോഷകങ്ങൾ അടങ്ങിയ വൈറ്റമിൻസ്, മിനറൽസ്, ബൊട്ടാണിക്കൽസ്, അതുപോലെ തന്നെ അമിനോ ആസിഡ്സ് ചേർന്നിട്ടുള്ള ന്യൂട്രിചാർജ് മാൻ. ഇത് രണ്ടും പോഷകങ്ങൾ നമുക്ക് എടുക്കാനാണ്, നമുക്ക് വേണ്ട പോഷകങ്ങൾ തരാനാണ്. അതുപോലെ തന്നെ ഒരു പോഷകം തരുന്നതാണ് ഒമേഗ 3. ഇന്ന് നമ്മുടെ ശരീരത്തിൽ നിർബന്ധമായിട്ട് വേണ്ട ഒരു ഫാറ്റി ആസിഡ് ആണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. ഇത് ശരീരം ഉണ്ടാക്കുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഭക്ഷണത്തിലൂടെ വേണ്ടത്ര അളവിൽ നമുക്ക് കിട്ടുന്നില്ല. നോൺ വെജ് കഴിക്കാത്ത സസ്യാഹാരികളിൽ ഇത് കാര്യമായിട്ടൊന്നും ബോഡിയിൽ കിട്ടില്ല. നോൺ വെജ് കഴിക്കുന്നവരിലും വേണ്ടത്ര അളവിൽ കിട്ടുന്നില്ല. കാരണം നമ്മുടെ കഴിപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ്. കാരണം മീനിൽ ചിലതരം മീനുകളിൽ ഇതുണ്ട്, ഒമേഗ 3 ഉണ്ട്. പക്ഷെ നമ്മൾ മീൻ കറി വെച്ച് കഴിക്കുന്ന പോലെ കഴിച്ചാൽ ഒമേഗ 3 ഒന്നും കിട്ടില്ല. അത് പുഴുങ്ങി കഴിക്കുന്ന പോലെയൊക്കെ കഴിക്കുമ്പോഴാണ് അത് നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുക എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഒമേഗ 3 എന്ന് പറയുന്നത് നമ്മുടെ കുറവിനെ നികത്താനാണ്. കുറവിനെ നികത്തുന്നതാണ് ന്യൂട്രിചാർജ് മാൻ, ന്യൂട്രിചാർജ് വുമൺ. കുറവിനെ നികത്തുന്നതാണ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ. അതുപോലെ തന്നെ കുറവിനെ നികത്തുന്ന പ്രോട്ടീൻ പൗഡേഴ്സ്. നമുക്ക് ധാരാളം പ്രോട്ടീൻ പൗഡേഴ്സ് ഉണ്ട്. ഞാൻ ഒരെണ്ണം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമുക്ക് മിനിമം ഒരു 60 ഗ്രാം തൂക്കമുള്ള ഒരാൾക്ക് 50 തൊട്ട് 60 ഗ്രാം പ്രോട്ടീൻ വേണം. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ 20 ഗ്രാം പോലും അല്ലെങ്കിൽ 30 ഗ്രാം പോലും കിട്ടുന്നില്ല. അവിടെ അതിനെ ഒന്ന് സപ്ലിമെന്റ് ചെയ്യാൻ, കാരണം നമ്മുടെ കോശങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീൻ കൊണ്ടാണ്. എല്ലായാലും പല്ലായാലും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീൻ കൊണ്ടാണ്. ആ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ ശരീരം അതിന്റെ കൃത്യമായ അവസ്ഥയിൽ മുമ്പോട്ട് പോകുള്ളൂ. ആന്റിബോഡീസ് ഉണ്ടാവണമെങ്കിൽ പ്രോട്ടീൻ വേണം, എൻസൈംസ് ഉണ്ടാവണമെങ്കിൽ പ്രോട്ടീൻ വേണം, ഹോർമോൺസ് ഉണ്ടാവണമെങ്കിൽ പ്രോട്ടീൻ വേണം, എല്ലിന് ബലം വേണമെങ്കിൽ, പല്ലിന് ബലം വേണമെങ്കിൽ, അല്ലെങ്കിൽ മസിൽസിന് ബലം വേണമെങ്കിൽ, നമുക്കൊന്ന് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ, മുടി, നഖം, സ്കിന്ന് എല്ലാത്തിനും പ്രോട്ടീൻ വേണം. ഈ പ്രോട്ടീന്റെ അഭാവം കൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് നേരിടുന്നുണ്ട്. അതിനെ വെല്ലാൻ അല്ലെങ്കിൽ അതിനെ തടയിടാൻ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ സപ്ലിമെന്റ് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ന്യൂട്രിചാർജ് മാൻ, ന്യൂട്രിചാർജ് വുമൺ, ന്യൂട്രിചാർജ് വെജ് ഒമേഗ പ്രോട്ടീൻ പൗഡേഴ്സ് ഇത് നമ്മുടെ കുറവുകൾ നികത്താനാണ്. അത് മനസ്സിൽ വെക്കണം. പക്ഷേ ഇവിടെ വേറെ കുറച്ച് സാധനങ്ങളുണ്ട്, കുറെ ഉണ്ട്, ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല. ന്യൂട്രിചാർജ് DHA ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യമായതുകൊണ്ട് പറയുന്നു. ഇത് ഇന്ന് നമ്മുടെ ബ്രെയിന് വേണ്ട ഒരു ഫാറ്റി ആസിഡ് ആണ് DHA, ഡോക്കോസോ ഹെക്സനോയിക് ആസിഡ്. ഇത് നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടാത്തത് കൊണ്ട് തന്നെ ബ്രെയിൻ സെല്ലുകളുടെ ഡീജനറേഷൻ എന്ന് പറഞ്ഞാൽ നാശം വളരെ സ്പീഡിലാകുമ്പോ കോശങ്ങൾ, അതായത് മരിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ഡീജനറേഷൻ എന്ന് പറയുക. കോശങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നത് സ്പീഡിലാകുമ്പോൾ പതുക്കെ നമ്മുടെ ഓർമ്മശക്തി കുറഞ്ഞു വരും, കണ്ണിന്റെ കാഴ്ച അത് ബാധിക്കും. അതുപോലെ തന്നെ ഡിമെൻഷ്യ, അൽഷിമേഴ്സ് പോലെയുള്ള രോഗങ്ങളിലേക്ക് നമ്മൾ മാറിപ്പോകുമ്പോൾ അതിൽ നിന്ന് നമ്മളെ തടയിടാൻ, അതിൽ നിന്ന് നമ്മളെ പതുക്കെ പുറകോട്ട് കൊണ്ടുവരാൻ, ഈ നാശം ഡീജനറേഷനെ പതുക്കെയാക്കാൻ അല്ലെങ്കിൽ ഡീജനറേഷനെ പ്രിവെന്റ് ചെയ്യാൻ, ഓർമ്മക്കുറവ് ഇല്ലാതെയാക്കാൻ, അൽഷിമേഴ്സ് വരാതിരിക്കാൻ, ഡിമെൻഷ്യ വരാതിരിക്കാൻ, ചിലർക്ക് തലകറക്കം ഉണ്ടായിരിക്കും. തലകറക്കം വെറുതെ എണീറ്റ് ഇങ്ങനെ ബാലൻസിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്ന തലകറക്കമുണ്ട്, അല്ലാത്ത തലകറക്കമുണ്ട്. ഇതിനെ രണ്ടിനും ഇല്ലാതെയാക്കാൻ സഹായിക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ് ന്യൂട്രിചാർജ് DHA 200. ഗർഭിണികൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. കാരണം കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് അമ്മയുടെ വയറ്റിൽ വെച്ചിട്ടാണ്. 70% കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് അമ്മയുടെ വയറിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് കുട്ടികൾക്ക്, അമ്മമാർക്ക് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ്. 6 മാസം മുതൽ ചെറിയ കുട്ടികൾക്കും ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ് നമുക്ക് കൊടുത്തു തുടങ്ങാം. ഇന്ന് മഴക്കാലം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. മഴക്കാലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പലവിധ രോഗങ്ങളും, പ്രത്യേകിച്ച് തുമ്മല്, ജലദോഷം, അലർജി, ആസ്മ പോലത്തെ രോഗങ്ങൾ, പനി പോലത്തെ രോഗങ്ങൾ വരും. അതിനെ ചെറുക്കാനും അതിനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനും നമുക്ക് സഹായിക്കുന്ന ഒരു സാധനമാണ് ന്യൂട്രിചാർജ് S5. പാരസിറ്റമോളിന് പകരമായിട്ട് നമുക്ക് ഈ ന്യൂട്രിചാർജ് S5 പനി വരുമ്പോൾ ഉപയോഗിക്കാം. അലർജി പ്രശ്നങ്ങൾക്ക്, ആസ്മ പ്രശ്നങ്ങൾക്ക്, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും നമുക്ക് നീർക്കെട്ട് മാറാനും അടക്കം ഉപയോഗിക്കുന്നതാണ്. ആര്യവേപ്പ്, പുതിന, കറ്റാർവാഴ, തുളസി, കരിഞ്ജീരകം ചേർന്ന 5 ഔഷധങ്ങളുള്ളത്. ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം ഒരെണ്ണം കഴിക്കുക. ഇപ്പൊ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ എല്ലാവരും കഴിക്കുകയാണെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കും.
അതുപോലെ തന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം, ന്യൂട്രിചാർജ് ബയോ ഏജ്. കാരണം ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പ്രശ്നം ഇന്ന് എല്ലാവർക്കും ഉണ്ട്. കുടിയന്മാർക്കാണ് പണ്ട് ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, ആൽക്കഹോളിസം ആണ് അതിന് കാരണം എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല, ഇതിന്റെ പ്രധാന കാരണം ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പ്രിസർവേറ്റീവ്സ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ്, അതിനകത്ത് വരുന്ന മാരകമായിട്ടുള്ള കീടനാശിനികളും രാസവളങ്ങളുടെയും ഇത്, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകള്, പിന്നെ നമ്മുടെ അകത്തേക്ക് ശ്വസിക്കുമ്പോൾ അകത്തേക്ക് പോകുന്ന ടോക്സിൻസ്, വെള്ളം കുടിക്കുമ്പോൾ അകത്തേക്ക് പോകുന്ന ടോക്സിൻസ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എല്ലാം ഫാറ്റി ലിവറിന് കാരണമാണ്. സോഡ തൊട്ട് കൊക്കക്കോള, മിറിൻഡ, പെപ്സി, ഫ്രൂട്ടി എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ എല്ലാം ഫാറ്റി ലിവറിന് കാരണമാണ്. വൈകി ഭക്ഷണം കഴിക്കുന്നത്, വൈകുന്നേരത്തെ ഭക്ഷണം ഒരുപാട് വൈകി കഴിക്കുന്ന ഫാറ്റി ലിവർ ഉണ്ടാക്കും. അതുപോലെ അന്നജം, ഒരു ആവശ്യത്തിലധികം അന്നജം ഉപയോഗിക്കുന്നത് ഫാറ്റി ലിവർ ഉണ്ടാക്കും. ഇതിനെയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 20-25 വയസ്സ് കഴിഞ്ഞ ഒരാൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഉണ്ടായിരിക്കും. അതിനെ തടയിടാൻ, അതുപോലെ വയറിന്റെ പ്രശ്നങ്ങൾ, ഇന്ന് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആർക്കും നടക്കുന്നില്ല. ആ ഈ ഡൈജഷനെ നേരെയാക്കാൻ 16 ഡൈജസ്റ്റീവ് എൻസൈംസും 53 ചെടികളുടെ സത്തും ചേർന്നിട്ടുള്ള പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്സും ചേർന്നിട്ടുള്ള ന്യൂട്രിചാർജ് ബയോജ്. കൂവളമുണ്ട്, നെല്ലിക്കയുണ്ട്, മഞ്ഞളുണ്ട്, മുരിങ്ങയുടെ ഇലയുണ്ട്, അങ്ങനെ ഒരുപാട്, പിന്നെ ഡാൻഡ്ലിയോൺ, മിൽക്ക് തിസിൽ, സീബക്തോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഔഷധങ്ങളും അതുപോലെ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കണ്ടൻസ് അടങ്ങിയിട്ടുള്ള ന്യൂട്രിചാർജ് ബയോജ് രാത്രി ഭക്ഷണത്തിന് ശേഷം അരമണിക്കൂർ കഴിയുമ്പോൾ ഒരെണ്ണം കഴിക്കണം. അതിന്റെ ഒപ്പം ഒരു 3/4 കപ്പ് വെള്ളം കുടിക്കണം. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഉറങ്ങാവൂ. 9 മണി മുതൽ ലിവർ ഡീറ്റോക്സിഫിക്കേഷൻ നോർമലി ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു 7 മണിക്കെങ്കിലും ഭക്ഷണം കഴിച്ചാലാണ് നമ്മുടെ ബോഡി നോർമലി ലിവർ ഡിറ്റോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ ലിവറിന്റെ ക്ലീനിങ് ഡെയിലി നടക്കുള്ളൂ. അത് നടക്കണമെങ്കിൽ എല്ലാവരും ഭക്ഷണം നേർത്തിയാക്കി മാറ്റണം. പിന്നെ ലിവറിന് പ്രശ്നങ്ങളുള്ളവരും അല്ലെങ്കിൽ ഒരു 40 വയസ്സിന് ശേഷമുള്ളവരും നിർബന്ധമായിട്ടും ന്യൂട്രിചാർജ് ബയോജ് ഒരെണ്ണം രാത്രി എടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ന്യൂട്രിചാർജിലെ കുറച്ച് പ്രൊഡക്ട്സ് പറഞ്ഞു. ഇനി ന്യൂട്രിചാർജ് കിഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ പല ക്ലാസ്സുകളിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഒരു സീസണിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പെയിന്റ്, ഓ വീര പെയിന്റ്. ഓ വീര എന്ന് പറയണം എന്നാണ് ഗിരീഷ് സാർ പറഞ്ഞത്. ഒവീര പെയിന്റ്. നമ്മുടെ ഇതിപ്പോ എക്കോഗാർഡും ജെൽറോക്സ് ആണ് ഇപ്പൊ ഞാനിവിടെ അടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്നതാണ്. ടെസ്റ്റിംഗ് ഡിസ്പ്ലേ വാള് വേണമെന്ന് പറഞ്ഞല്ലോ, നമ്മുടെ സുജാ മാഡം പറഞ്ഞിട്ടുണ്ട് പെയിന്റിന്റെ ഡിസ്പ്ലേ വാള് വേണമെന്ന്, അതിന് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പെയിന്റിന്റെ പ്രത്യേകത നമുക്കറിയാം, ലോ VOC ആണ്. VOC വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ സ്മെല്ല് കുറവാണ്, എക്കോ ഫ്രണ്ട്ലി ആണ്, ഹെവി മെറ്റൽസ് ഇല്ലാത്തതാണ്, ലെഡ് മെർക്കുറി പോലത്തെ. പിന്നെ പ്രത്യേകത എന്താ, ഇത് ഏറ്റവും കൂടുതൽ ഏരിയ ധാരാളം കൂടുതൽ കിട്ടുന്നു, കവറേജ് ധാരാളം കൂടുതൽ കിട്ടുന്നു. അതുകൂടാതെ വാങ്ങി അടിക്കുന്ന വീട്ടുകാർക്കും പെയിന്റ് അടിക്കുന്ന പെയിന്റർക്കും യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. നമ്മുടെ പെയിന്റ് കഴുകി ബക്കറ്റ് വെള്ളം മണ്ണിലൊഴിച്ചാൽ മണ്ണിനും ദോഷം ഉണ്ടാവുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞു മണ്ണിലൊഴിക്കുന്നതെല്ലാം കിണറ്റിലേക്കാണ് എത്തുന്നതെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ അവിടെയും നമ്മൾ സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മുടെ പെയിന്റ് പോലെ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പെയിന്റ് ഇന്ന് ഇപ്പോൾ ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരു പെയിന്ററുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, മീര മാഡത്തിന്റെ കെയർ ഓഫിലുള്ള ഒരു പെയിന്ററുടെ വീഡിയോ നമ്മളെല്ലാവരും കേട്ടതാണ്. പല കമ്പനികളുടെയും ചില പ്രൊഡക്റ്റ് നല്ലതാണ്, ചിലത് നല്ലതല്ല. ചിലതിന് ഏരിയ കിട്ടും, ചിലതിന് കവറേജ് കിട്ടും. പക്ഷേ RCMന്റെ പെയിന്റ് അവരടിച്ചപ്പോ അവര് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞത്. മാത്രമല്ല ഇന്ന് നമുക്ക് കമ്പനി തന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. 6% ഉണ്ടായിരുന്ന എക്സ്ട്രാ ഇൻസെന്റീവ്, PVയുടെ 6% ഉണ്ടായിരുന്ന എക്സ്ട്രാ ഇൻസെന്റീവ് 25% ആക്കി മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം കൂപ്പൺ സിസ്റ്റം, മറ്റു കമ്പനികളിലൊക്കെ പെയിന്റ് ഡപ്പയിൽ കൂപ്പൺ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നടന്നിരുന്നത്. ഇനി ഇത് നമുക്കും പറയാം, നമ്മുടെ പെയിന്റ് ഡപ്പയിലും കൂപ്പൺ ഉണ്ട്. അപ്പോ ഏറ്റവും കൂടുതൽ നമുക്കിന്ന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന, ഞാൻ ജസ്റ്റ് ഒരു കണക്ക്, ഒരു 3 ലക്ഷം DP 3 ലക്ഷം രൂപയുടെ പെയിന്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, പെയിന്റ് ചെയ്യുന്ന DP റേറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, 3 ലക്ഷം. അപ്പോ ചെയ്യുമ്പോൾ വ്യക്തിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 1 ലക്ഷത്തിന് മുകളിലാണ് വരുമാനം. കാരണം 3 ലക്ഷം DP എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4 ലക്ഷത്തിന് മേലെ MRP വരും. 4 ലക്ഷത്തിന് MRP വരുമ്പോൾ 40% നമുക്ക് മാർജിൻ ഉണ്ടെങ്കിൽ പോലും 20% നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം. 20% ഡിസ്കൗണ്ട് കൊടുത്താൽ തന്നെ 20% നമുക്ക് കിട്ടുമ്പോൾ 4 ലക്ഷത്തിന്റെ 20% എന്ന് പറയുമ്പോൾ 80,000 രൂപ വരുന്നു. പ്ലസ് 1 ലക്ഷം PV ഏകദേശം അത് വരും. ഏകദേശമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന്റെ 25% എക്സ്ട്രാ ഇൻസെന്റീവ് വരുമ്പോൾ 1 ലക്ഷത്തിന് 25% എന്നാണ് 25,000 രൂപ. 1 ലക്ഷം PV തന്നെയാണ് അവരുടെ സ്ലാബ് കമ്മീഷനും വരുന്നത്. അപ്പൊ 70,000ത്തിന്റെ സ്ലാബിൽ വരുമ്പോൾ ഓപ്പണറിന്റെ പൊസിഷനിൽ വരുമ്പോൾ 12% വരുമ്പോൾ 12,000 രൂപ ആ കമ്മീഷനും വരും. പിന്നെ ബോണസ് ആയിട്ട് ഓപ്പണറിന്റെ ഒരു 500 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്
വരുന്നത് ഒരു 1,18,000 വരുന്നുണ്ട്. 1,18,000 പെയിന്റർക്ക് കിട്ടുന്നു. നമ്മൾ 20% മാർജിൻ എടുത്തിട്ടുള്ളൂ എന്ന് ഓർക്കണം. 40% മാർജിൻ ഉണ്ട്, പക്ഷെ നമുക്ക് കുറച്ച് അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം. ഇത് കൂടാതെയാണ് കൂപ്പൺ ഉള്ളതും. അതുപോലെ തന്നെ ഫ്രീ പ്രൊഡക്റ്റുകൾ, അവർ മറ്റു പ്രൊഡക്റ്റുകൾ എടുക്കുകയാണെങ്കിൽ, പെയിന്റിന് ഫ്രീ പ്രൊഡക്റ്റ് ഇല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ മറ്റ് പ്രൊഡക്റ്റുകൾ, RCMന്റെ മറ്റു പ്രൊഡക്റ്റ് അവർ വീട്ടിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് 6 മാസം കൂടുമ്പോൾ ഫ്രീ പ്രൊഡക്റ്റുകളും കിട്ടും. ഇത്രയും ആനുകൂല്യമുള്ള ഒരു സമയമാണ് നമ്മുടെ ഓവിറ പെയിന്റ്. അതിൽ ജെൽ റോക്സ് എന്ന് പറഞ്ഞ ഡാം പ്രൊട്ടക്റ്റ് 10 ഡിഗ്രി ചൂട് ടെറസിലെ കുറയ്ക്കുന്നു. അത് നമുക്ക് ടെമ്പറേച്ചർ ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ 10 ഡിഗ്രി ചൂട് കുറയ്ക്കുകയും അതുപോലെ തന്നെ വിള്ളല് വരില്ല, ലീക്കിംഗ് ഉണ്ടെങ്കിൽ നിൽക്കും. അപ്പോ ലീക്കിംഗ് മാറിപ്പോകാനും സഹായിക്കുന്ന ഇതിന്റെ ടെറസിൽ നമുക്ക് 3 കോട്ട അടിക്കാവുന്നതാണ്. അതും നമുക്ക് ധാരാളമായിട്ട് പ്രൊമോട്ട് ചെയ്യാം. അപ്പോ ഇപ്പൊ ഓവിറ പെയിന്റ് പറഞ്ഞു. ഇനി നമ്മുടെ FMCG ആണ് അല്ലെ. FMCG പല ക്ലാസ്സുകളിൽ എല്ലാവരും കേട്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് അതിലേക്ക് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. പിന്നെ നമ്മുടെ സമയം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു പഞ്ചതുളസി, ഇന്ന് മഴക്കാലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം ജലദോഷം, തുമ്മൽ, അലർജി പ്രശ്നങ്ങൾ. 5 തരം തുളസിയാണ് ഇതിനകത്തുള്ളതെന്ന് നമുക്കറിയാം. കൃഷ്ണ തുളസി, രാമതുളസി, ശ്യാമതുളസി, കർപ്പൂര തുളസി, കാട്ടുതുളസി. അപ്പോ ഈ ഒരു തുളസിയുടെ എസെൻസ് ആണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്, ഈ 5 തുളസിയുടെയും. അതുകൊണ്ട് തന്നെ ഇത് കോൺസെൻട്രേറ്റഡ് ഫോമിലാണ്. ഇതൊരു 4 തുള്ളി 5 തുള്ളി വലിയവർക്കാണെങ്കിൽ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിലോ കട്ടൻ ചായയിലോ നമുക്ക് ഒഴിച്ചു കുടിക്കാം. പിന്നെ നമ്മുടെ കുടിവെള്ളത്തിൽ കുപ്പിയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊണ്ടുപോകാം. തണുത്ത വെള്ളത്തിൽ കുടിക്കണോ പച്ചവെള്ളത്തിൽ കുടിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്കാണെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് കുറച്ച് കൊടുത്താൽ മതി. അത് നിങ്ങളുടെ കുട്ടികളുടെ പ്രായം അനുസരിച്ച് നിങ്ങൾ തീരുമാനിച്ചോളാം. പക്ഷേ ഇത് പലവട്ടം, പ്രശ്നങ്ങളുള്ള സമയത്ത് പലവട്ടം കുടിക്കുക. പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ദിവസത്തിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ കുടിച്ചാൽ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ, ഈ മഴക്കാലത്ത് വരാൻ പോകുന്ന പല പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ വീട്ടിലുള്ള മക്കളെയും വലിയവരെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ചുമ, തുമ്മൽ, ജലദോഷം, അലർജി, പനി, വിട്ടുമാറാത്ത ചുമ, എത്രയോ ചുമ ആശുപത്രിയിൽ പോയി മാറാത്തത് ഇതുകൊണ്ട് മാറിയിട്ടുണ്ട്. കുഴിനകത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ് കുഴിനകത്തിൽ ഒഴിക്കാൻ. തലവേദനയ്ക്ക് പുരട്ടാം, പല്ലുവേദനയ്ക്ക് പഞ്ഞിയിൽ കടിച്ചു പിടിക്കാം. പിന്നെ നമ്മുടെ നമുക്ക് വയറിന് എന്തെങ്കിലും ഒരു സ്തംഭനം പോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് കുടിച്ച വയറിന് നല്ല ആശ്വാസം കിട്ടും. പിന്നെ പ്രാണികള്, എന്താ പറയാ, പഴുതാര, കടന്നലോ പോലത്തെ പ്രാണികൾ കടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പുരട്ടി കഴിഞ്ഞാൽ അത് മാറും. അപ്പോ ഇതുപോലത്തെ, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചായപ്പൊടി, പാചകെണ്ണ, ഇത് 5ഉം ഒരു വീട്ടിൽ മാറ്റണം എന്നാണ് ഞാൻ എപ്പോഴും ഹോം മീറ്റിംഗിൽ പറയാറ്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ പാചക ഓയില്, നമ്മുടെ ഹെൽത്ത് ഗാർഡ് ഓയിലിലേക്ക് വരണം. അതുപോലെ ചായപ്പൊടി, ഇത് 5 മാറ്റിയാൽ തന്നെ ആ വീട്ടിലെ പകുതി രോഗങ്ങൾ ഇതുകൊണ്ട് തന്നെ മാറും. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. കുതിരച്ചാണകം ഒന്നും ചേർക്കാതെ തിരികല്ലിൽ പൊടിച്ച്, ചക്കിൽ പൊടിച്ചിട്ടുള്ള എസൻസ് എടുക്കാത്ത മല്ലിയാണ് നമുക്ക് കിട്ടുന്നത്. എസൻസ് എടുക്കാത്ത മല്ലി തിരികല്ലി പൊടിച്ച് കിട്ടുന്നത്. ഇതിനകത്ത് വേറെ കുതിരച്ചാണകം പോലത്തെ സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഇവിടെ സുഡാൻ ചേർക്കാത്ത മുളക് പൊടി, ഇതിന്റെ പ്രത്യേകത എന്താ? കുരു കളഞ്ഞിട്ടാണ് പൊടിക്കുന്നത്, ഞെട്ടി കളഞ്ഞിട്ടാണ് പൊടിക്കുന്നത്. മുളകിലെ കുരുവാണ് വയറിൽ അൾസർ ഉണ്ടാക്കാനുള്ള ഒരു കാരണം. അതുകൊണ്ടാണ് ആയുർവേദത്തിലൊന്നും ചുമന്ന മുളക് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ അതിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് ചുമന്ന മുളകിലെ കുരും കളഞ്ഞ് ഞെട്ടിയും കളഞ്ഞ് ഇതും തിരികല്ലിൽ പൊടിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. മറ്റു മുളക് പൊടി 1 സ്പൂൺ ഇടുമ്പോൾ ഇത് 1/2 സ്പൂണിൽ താഴെ ഇടാവൂ, അല്ലെങ്കിൽ നമുക്ക് കറി കൂട്ടാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ മഞ്ഞൾപ്പൊടി, ലെഡ് ക്രോമേറ്റ് ചേർക്കാത്ത നല്ല മഞ്ഞൾ പച്ചയ്ക്ക് ഉണക്കി പൊടിച്ച്, ഇതിന്റെ ഒരു എസെൻസും കളയാതെ, അല്ലെങ്കിൽ 99% കുറുക്കുമിനുള്ള ഈ മഞ്ഞൾപ്പൊടി നമുക്ക് ഭക്ഷണത്തിൽ ചേർത്താൽ ആരോഗ്യം കിട്ടും. ദിവസം 1 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂണ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ സെല്ലുകൾ ഇനാക്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ തവിടെണ്ണയിൽ ചേർത്തിട്ട് നമുക്ക് പുരട്ടി കഴിഞ്ഞാൽ, മഞ്ഞളും തവിടെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. മുഖത്ത് ഫേസ് പാക്ക് വേണമെങ്കിൽ ഇടാം. ഈ മഞ്ഞൾപ്പൊടി, നമ്മുടെ തവിടെണ്ണ, നമ്മുടെ ഒമേഗ 3 ഒരെണ്ണം, നമ്മുടെ S5 ഒരു ക്യാപ്സ്യൂള്, ഇത് 4ഉം കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുഖത്ത് ഫേസ് പാക്ക് ഇടാം. അടിപൊളി റിസൾട്ട് ആണ്, ഉപയോഗിക്കാം. അതുപോലെ ആസാമിലെ ചായല, ആസാം ചായലയാണ് ലോകത്തിലെ 2ാമത്തെ ചായപ്പൊടി. ഇന്ന് ശ്രീലങ്കൻ ചായലയാണ് ഫസ്റ്റ് എങ്കിൽ 2ാമത്തെ ചായപ്പൊടി ആസാം ഡാർജിലിംഗ് ചായലയാണ്. അവിടുന്ന് പ്രീമിയം സൂപ്പർ ഫൈൻ എക്സ്ട്രാക്ട് എടുത്തു മാറ്റാത്ത പല ചായല കമ്പനിക്കാരും അതിന്റെ സൂപ്പർ ഫൈൻ എക്സ്ട്രാക്ട് എടുത്തു മാറ്റുന്നു. നമുക്കിതൊന്നും എടുത്തു മാറ്റാതെ വളരെ സേഫ് ആയിട്ട് നല്ല ടേസ്റ്റിലും നല്ല കടുപ്പത്തിലും നമുക്ക് ചായ കുടിക്കാൻ സാധിക്കും. ഇത് പൊടിയാണ്, തരിയാണ്. ചുമന്ന പാക്കറ്റ് ചായല, എലൈറ്റ് ചായല തരിയാണ്, ഇത് പൊടിയാണ്, അത് CTC. ഇത് നമ്മൾ കുറച്ചേ ഇടാവുള്ളൂ. മറ്റു ചായപ്പൊടി 1 സ്പൂൺ ഇടുമ്പോൾ ഇത് 1/2 സ്പൂണ് ഇട്ടാൽ മതി. തിളയ്ക്കും തോറും കടുപ്പം വരും, കറക്കില്ല. എത്ര കുടിച്ചാലും നമുക്ക് ടേസ്റ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു ചായപ്പൊടിയും കുടിക്കില്ല. പിന്നെ നമുക്കറിയാം നമ്മുടെ ഹെൽത്ത് ഗാർഡ് ഓയിൽ, നമ്മുടെ ഹെൽത്തിനെ ഗാർഡ് ചെയ്യുന്ന ഓയില്.
ഹെൽത്തിന് ആരോഗ്യത്തെ ഗാർഡ് ചെയ്യാനായിട്ടുള്ള ഫിസിക്കലി റിഫൈൻഡ് ആയിട്ടുള്ള നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ 3 ആന്റി ഓക്സിഡന്റ്സ് ഉണ്ട്. ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ രോഗങ്ങളെ ഉണ്ടാക്കുന്ന സാധനങ്ങളെ നിർവീര്യമാക്കുന്നു. രോഗകാരണമായി വരുന്ന സാധനങ്ങളെ നിർവീര്യമാക്കുന്ന സാധനങ്ങളാണ് ആന്റി ഓക്സിഡൻസ്. ഇതിനകത്ത് 3 പവർഫുൾ ആന്റി ഓക്സിഡൻസ് ഉണ്ട്: ടോക്കോഫിറോൾ, ടോക്കോട്രിനോൾ, ഒറൈസനോൾ. ട്രാൻസ് ഫാറ്റ് ഇല്ലാത്തതാണ്. ഒറൈസനോൾ എന്ന് പറഞ്ഞ കണ്ടന്റ് നമുക്കറിയാം, ക്യാൻസറിനെ ചെറുക്കുന്നു, സ്ട്രോക്കിനെ ചെറുക്കുന്നു, ഹാർട്ട് അറ്റാക്കിനെ ചെറുക്കുന്നു. അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, എല്ല് തേയ്മാനം എല്ലാത്തിനും ഒരു വണ്ടർഫുൾ മിറക്കിൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഗാമ ഒറൈസനോള്. ആ ഒറൈസനോള് നമ്മുടെ റൈസ് ബ്രാൻ ഓയിലുണ്ട്. ഇതാണ് ഗാമ ഒറൈസനോള്. ഇത് എല്ലാവർക്കും ഒരു കവചമായിട്ട് കഴിക്കാം. ന്യൂട്രി ചാർജില് സപ്ലിമെന്റ്സ് നമ്മുടെ കുറവുകൾ നികത്തുന്നു. പല രോഗപ്രശ്നങ്ങൾക്കുള്ള ഒരു മെഡിസിൻ ആക്ട് ചെയ്യുന്ന പോലെ ന്യൂട്രിചാർജ് ബിജെയും ന്യൂട്രിചാർജ് ബൈஏജും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഗാമോറൈസിനുള്ള ഹെൽത്ത് ഗാർഡ് ഗാമോറൈസിനുള്ള നമുക്കൊരു കവചം പോലെ നമുക്ക് യൂസ് ചെയ്താൽ നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാനായിട്ട് പല രോഗങ്ങളും പല പ്രശ്നങ്ങളും വരാതിരിക്കാൻ സഹായിക്കും. 2 എണ്ണെങ്കിലും മിനിമം കഴിക്കണം കേട്ടോ. അതുപോലെ ഒമേഗ 3 മിനിമം 3 എണ്ണെങ്കിലും കഴിക്കണം കേട്ടോ. അതുപോലെ ന്യൂട്രിചാർജിന്റെ സെഷനിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം, വീരാംഗന സെഷനിലേക്ക് ന്യൂട്രിചാർജ് വുമൺ 5 എണ്ണം ചെയ്ത് എല്ലാവരും സെഷനിലേക്ക് കയറി വരിക. ജൂൺ മാസത്തില് നമുക്ക് ന്യൂട്രിചാർജിന്റെ സെഷൻ വീരാംഗന സെഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എല്ലാവരും അതിൽ പങ്കെടുക്കണം. അതിൽ കൂടുതൽ അറിവുകൾ നമുക്ക് കിട്ടും. ആളുകളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു അവസരം തന്ന എന്റെ ഗ്രേറ്റ് ലീഡേഴ്സിന്, മുത്ത് സാറാണെന്ന് എന്നോട് ഇത് ആവശ്യപ്പെട്ടത്. അപ്പൊ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ഗ്രേറ്റ് ലീഡർ മുത്ത് സാറിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ എന്നെ RCMല് ഇതുപോലെ പ്രാപ്തമാക്കിയ എന്റെ എല്ലാ ഗുരുക്കന്മാരും, പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് എനിക്ക് നന്ദനൻ സാറ്, അതുപോലെ ഡോക്ടർ രാജൻ സാറ്, ബിനു സാറ്, മൂർ സാറ്, അതുപോലെ മനോജ് സാറ്, ലത മാഡം, ഇവരെല്ലാവരും ഞാൻ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്ന വപരന് സുഖത്തിനായി വരയണമെന്ന ഗുരുദേവ വചനം അന്വർത്ഥമാക്കുന്ന പ്രസ്ഥാനമാണ് RCM എന്ന് ഞാൻ എന്നും പറയും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ RCMൽ നിലനിൽക്കുന്നത്. എല്ലാവർക്കും RCMലൂടെ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ജയ് RCM, ഗുഡ് RCM. താങ്ക് യു ഓൾ.